ഹലോ ഹലോ എവരിവൺ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ ഫൈസൽ സി എ വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. വളരെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ വീണ്ടും ആ, ആരംഭിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി, അതല്ലെങ്കിൽ കുറച്ചധികം നാളുകളായിട്ട് നമ്മൾ ദിനേന എന്നോണം വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകൾ നമ്മൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി ആളുകളിലേക്ക് നമുക്ക് മെന്റൽ ഹെൽത്ത് മേഖലയിൽ നല്ല കണ്ടന്റുകളും മെറ്റീരിയൽസും ഒക്കെ നമുക്ക് നൽകാൻ സാധിച്ചു എന്നുള്ളതാണ്. ദിനേന എന്നോണം നമ്മുടെ സാമൂഹിക ആ, പ്രതലങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിലൂടെ ഒത്തിരി ആളുകൾ പ്രയാസങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, സംഘർഷങ്ങളിലേക്ക് കടന്നു പോകുന്ന സമയത്ത് അവരിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ, അവരിലേക്ക് ഒരു ആശ്വാസം പകരാൻ, അവരെ വെൽനെസ്സിലേക്ക് നയിക്കാൻ ഒക്കെ നമ്മുടേതായിട്ടുള്ള ഇടപെടലുകൾക്ക് കഴിയണം. ഒന്നുമില്ലെങ്കിലും മറ്റുള്ളവരെ സംഘർഷങ്ങളിലേക്ക് നയിക്കുന്ന ഒരാളായിട്ട് നമ്മൾ മാറുന്നില്ല എന്നെങ്കിലും മറ്റുള്ളവരെ ഒരു പ്രയാസത്തിലേക്ക്, മറ്റുള്ളവരെ ഒരു പ്രതിസന്ധിയിലേക്ക്, സംഘർഷത്തിലേക്ക് തള്ളിവിടുന്ന ഒരു മനുഷ്യനായിട്ട് നമുക്ക് മാറാൻ പറ്റുന്നില്ല എന്നെങ്കിലും ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കുന്ന വിധത്തിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ആവുകയും അപ്ഗ്രേഡ് ചെയ്യപ്പെടുകയും നമ്മുടെ നോളജുകളെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും കഴിയണം. ആ രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള വെബിനാറുകളൊക്കെ നിരന്തരമായിട്ട് ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ കേൾക്കുന്ന നോളജുകൾ അത് സ്റ്റോർ ചെയ്യുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് അതിനെ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കണം. നമ്മളിലും മറ്റുള്ളവരിലും മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള പുതിയ അറിവുകൾ സാധിക്കും. അത്തരത്തിൽ ഇതെല്ലാം കൊണ്ടുപോകാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോ തെറാപ്പിസ്റ്റുമായിട്ടുള്ള നിസാവ് സാറിന്റെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ മുന്നോട്ട് പോകുന്നത്. സ്പെഷ്യലൈസ്ഡ് സ്കീമ ഫോർ OCD എന്ന ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടാണ് സാർ ഇന്നിവിടെ സംസാരിക്കുന്നത്. അപ്പൊ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും എല്ലാവരും കൂടുതലായിട്ട് മനസ്സിലാക്കുകയും ആവശ്യമായിട്ടുള്ള സംശയങ്ങളൊക്കെ ദൂരീകരിക്കുകയും ചെയ്യുക. നിസാവ് സാറിന്റെ നേതൃത്വത്തിലായിട്ട് നമ്മൾ വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് ഒത്തിരി കോഴ്സുകൾ, വർക്ക്ഷോപ്പുകൾ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നു. നാളെ മുതൽ CBTയുടെ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയുടെ 5 ഡേയ്സ് വർക്ക്ഷോപ്പിന്റെ 28th ബാച്ച് നമ്മൾ നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത മാസം ഫെബ്രുവരി 8-ാം തീയതി UAE-യിൽ വെച്ചിട്ട്, ദുബായിൽ വെച്ചിട്ട് നമ്മൾ ഒരു 1 ഡേ CBT ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് കൂടി നിസാർ സാറിന്റെ നേതൃത്വത്തിലായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ അഡ്മിഷൻ ഓൺഗോയിങ് ആണ്. അപ്പൊ താല്പര്യപ്പെടുന്നവർക്ക് UAE-യിൽ പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ കേസ് സ്റ്റഡീസ് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് CBT പഠിക്കാനുള്ള അവസരം നമ്മൾ ഒരുക്കുകയാണ് വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട്. അതോടൊപ്പം തന്നെ CBTയുടെ 5 ഡേയ്സ് വർക്ക്ഷോപ്പും അതിനോടനുബന്ധമായിട്ട് വരുന്ന ബിഹേവിയറൽ തെറാപ്പിയും സ്റ്റുഡൻസ് കൗൺസിലിങ്ങും സ്കീമ തെറാപ്പി ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായിട്ടുള്ള സെഷനുകളുടെ അപ്ഡേഷനുകൾ നമ്മളുടെ വിംബിൾ സൈസോൺ ഗ്രൂപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതിൽ ജോയിൻ ആവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജോയിൻ ആവാം. വ്യത്യസ്തമായിട്ടുള്ള വർക്ക്ഷോപ്പുകളുടെ അപ്ഡേറ്റ്സുകളും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഫ്രീ വെബിനാറുകളുടെ നോട്ടിഫിക്കേഷൻസും നമ്മുടെ ഗ്രൂപ്പുകളിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്നത്തെ ഈ ഒരു ഫ്രീ വെബിനാറിലേക്ക് വളരെ ഹൃദ്യമായ സ്വാഗതം അറിയിക്കുകയാണ്. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഹുമാന്യനായിട്ടുള്ള നിസാവ് സാറിനെ വളരെ സ്നേഹത്തോടെ ഞാൻ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഓക്കെ, എല്ലാരും ഓക്കെ അല്ലേ? ഇന്നത്തെ ഒരു സെഷനിൽ വന്നിട്ട് എല്ലാവർക്കും എൻ്റെ ഒരു സന്തോഷം അറിയിക്കുകയാണ്. പറയൂ മാം, എന്താണ് വിശേഷം? ഓക്കെ,
ഇനി നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുമ്പോൾ OCD ഉള്ള ആളുകൾക്ക് നമുക്ക് എങ്ങനെയാണ് സ്കീം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഈ OCD എന്താണെന്ന് വെച്ചപ്പോൾ എല്ലാവർക്കും അറിയുന്ന കേസാണ്. പക്ഷെ അത് നമ്മൾ CBTയിൽ എങ്ങനെ കുറെ ആള് പല ടെക്നിക്കുകൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ സ്കീമ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു OCDയിൽ ക്ലയന്റിനെ താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം, ആ ഒരു കമ്പൽഷൻ എങ്ങനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ടോപ്പിക്. അപ്പോ അതിലേക്ക് വരുന്നതിന് മുമ്പ് സ്കീം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ആളുകൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ഇപ്പൊ പലതവണയായിട്ട് ഞങ്ങളൊരു ഈ ഒരു വിമൽ അക്കാദമിയുടെ കീഴിൽ തന്നെ ഒരു 3 days വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. അതേപോലെ ഇപ്പൊ ഈ വെബിനാറുകൾ ഇതേ തവണ നമ്മുടെ വിമൽ ചാനലുകൾ ഉണ്ടാവും, അവൈലബിൾ ആണ്. അപ്പോ ഈ ഒരു സ്കീമിൽ നമ്മൾ CBT പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ CBTയിൽ നമുക്ക് OCD എന്തിലാണ് പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത്? കാരണം ഇപ്പോൾ വരുന്ന ചിന്തകൾ എന്താണ്? ആ OCD ഉള്ള ക്ലയന്റ് നമ്മളെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ പ്രസന്റിലൂടെ എന്തൊക്കെയാണ് കടന്നു പോകുന്നത്, അത് എങ്ങനെ മാറ്റാം എന്നതാണ് CBT ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമുക്കത് ഈ ഒരു സ്കീമയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ഏത് രീതിയിലാണ് വരുന്നത്? അപ്പോ ഓക്കെ, അപ്പോ ഈ ഒരു സ്കീമയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ചിന്ത എന്തുകൊണ്ടാണ് അയാൾക്ക് വരുന്നത്, ആ ചിന്തയിൽക്കിന്റെ പിന്നിൽ കിടക്കുന്ന ആഴത്തിൽ കിടക്കുന്ന ആ വിശ്വാസങ്ങൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ഒരു വിശ്വാസം രൂപപ്പെട്ടിട്ടുള്ളത് എങ്ങനെ, എപ്പോഴാണ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത് എന്നാണ്. ഇത് കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഒരിക്കലും ആ ഒരു ചിന്തന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് അതിലൂടെ അയാൾക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റൂ. അപ്പോ ഈ ഒരു സ്കീമയുടെ ഗോൾസ് എന്ന് പറയുന്നത് നമ്മളൊന്ന് മനസ്സിലാക്കാം. ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ ചിന്തിക്കുന്നു, അതേപോലെ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത്, ഒരു കുട്ടിയെ കണ്ടാൽ എനിക്ക് ഹാം ചെയ്യണമെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലുള്ള മറ്റു സുഹൃത്തുക്കൾ, എൻ്റെ വീട്ടിലുള്ള ആളുകളെ സെക്ഷലി ആയിട്ട് ചെയ്തു പോകുന്ന എന്തുകൊണ്ടാണ് എനിക്കൊരു തോട്ട് വരുന്നത്, ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇതൊരു മനസ്സിന്റെ ഒരു താളം തെറ്റിയ ഒരു പ്രയാസമാണോ, അല്ലെ എനിക്ക് ശരിക്കും മനസ്സിൽ വരുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ തന്നെയാണോ എന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സ്കീമയിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു വിശ്വാസം ചിലപ്പോ പലതരത്തിൽ പല സാഹചര്യങ്ങളിൽ കൂടെ അവർ രൂപപ്പെട്ടതായിരിക്കാം. അപ്പോ അതിലേക്ക് നമുക്ക് വരുന്നതിന് എന്തായാലും നമുക്ക് OCD എന്താണ് ജസ്റ്റ് ഒന്ന് പറയാം. OCD എന്നൊരു O എന്ന് പറയുമ്പോൾ ഒബ്സഷൻ ആണ്. ഒബ്സഷൻ എന്ന് പറയാം അയാളെ ചിന്തകളാണ്. ഈ ഒരു തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രൂസീവ് ആയിട്ട് അയാൾക്ക് തടുക്കാൻ പറ്റാത്ത ഒരു ചിന്തകളാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ആ ചിന്തകളെ എന്താണ് തടുത്ത് നിർത്തി താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് അതായത് കമ്പൽഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കമ്പൽഷനിലേക്ക് വരുന്ന സമയത്ത് അയാൾക്ക് ചിലപ്പോ ക്രോണിക് ആയിട്ട് ചിലപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആ ചിന്തകളായിരിക്കും. അതിനനുസരിച്ച് ആള് ഇങ്ങനെ താൽക്കാലികമായിട്ട് ആ ഒരു ചിന്ത വരുന്നു. ഉദാഹരണം അയാൾക്ക് ഒരു കണ്ടാമിനേഷൻ OCD ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ആ OCD ഉള്ള സമയത്ത് അയാൾക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും തൊട്ട് പോയോ അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൽ ആരെങ്കിലും സ്പർശിച്ചു പോയി കഴിഞ്ഞാൽ അയാൾക്ക് പെട്ടെന്ന് വൃത്തിയായിരിക്കണം, പെട്ടെന്ന് പോയി കൈ കഴുകണം. അപ്പൊ കൈ കഴുകുന്ന സമയത്ത് അയാൾക്ക് ചെറിയൊരു ആശ്വാസം, ടെമ്പററി ആയിട്ട് റിലീഫ് കിട്ടും. ആ റിലീഫ് കിട്ടിയതിനു ശേഷം വീണ്ടും എന്താണ് അതായത് ഞാൻ കൈ കഴുകി ശരിയായിട്ടില്ല, അണുക്കൾ എനിക്ക് എന്തോ അസുഖം വരാൻ സാധ്യത. അങ്ങനെ അത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ അയാളുടെ ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോകും. ഇതാണ് അതിന്റെ ഒരു പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്, OCDന്റെ ഒരു പ്രോസസ്സിംഗ്. അപ്പോ ഇതില് നമ്മൾ ഈ ഒരു ക്രോണിക് ആയിട്ടുള്ള ഒരു OCD വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു സ്കീമയിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്ന് നോക്കുക, ചൈൽഡ്ഹുഡ് ട്രോമ. അതേപോലെ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക, സ്ട്രിക്റ്റ് പാരന്റിങ് ആണ്, പാരന്റിങ് സ്റ്റൈലാണ് നമ്മൾ നോക്കേണ്ടത് സ്കീമയില്. അതേപോലെ അയാൾക്ക് ഇമോഷണൽ നെഗ്ലക്റ്റുകൾ, അതേപോലെ അവോയ്ഡൻസുകൾ, കുട്ടിക്കാഴ്ച, അങ്ങനത്തെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടും ഇയാളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കുക. അപ്പോ ഞാനിതിൽ വേണമെങ്കിൽ ജസ്റ്റ് നമുക്കൊരു കേസ് ഒരു പറയാം. ആൾക്ക് ഏകദേശം ഒരു 35-40ഓളം വയസ്സുണ്ട്. ഒരു ഇവിടുത്തെ ഒരു ചെറിയൊരു പാർട്ട് ടൈം ഒരു കമ്പനി ജോലി ചെയ്യുന്ന ആളാണ്. പ്രധാനമായിട്ടുള്ള OCD എന്ന് പറയുന്നത് അയാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടികളെ ഞാൻ ഉപദ്രവിക്കും എന്നുള്ളതാണ്. അപ്പൊ അയാൾ ഷോപ്പിന്റെ മുമ്പിലൂടെ ഒക്കെ അങ്ങനെ കുട്ടികൾ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അയാൾ അങ്ങോട്ട് നോക്കാതിരിക്കും. പിന്നെ ഭയങ്കരമായിട്ടുള്ള ടെൻഷനും ഇതൊക്കെയാണ്, ഭയങ്കരമായിട്ട് തളർന്നു പോകുന്നു. പിന്നെ ആ കുട്ടികൾ പോയി അതിന് ശേഷം പുറത്തു പോയിട്ട് പലതവണ പോയിട്ട് കുട്ടികൾ പോയോ നോക്കുകയാണ്. ഇതാണ് ഒരു OCDന്റെ കമ്പൽഷനും. അതേപോലെ അയാൾ റൂമിലേക്ക് പോകുന്ന സമയത്ത് റൂമിന്റെ താഴത്ത് ഒരു സെക്യൂരിറ്റി ഇരിക്കുന്നുണ്ട്. ആ സെക്യൂരിറ്റിനെ കാണുമ്പോൾ ഇയാൾക്ക് തോന്നുകയാണ് ഞാൻ ആ സെക്യൂരിറ്റിനെ തല്ലിക്കൊല്ലും.
അപ്പൊ ആ ഒരു സെക്യൂരിറ്റി രാത്രി എന്താണ് 11-12 മണി വരെ ഡ്യൂട്ടി ആക്കുന്നുണ്ട്. ഇയാളുടെ ഡ്യൂട്ടി എത്ര മണിക്കാണ്? 8 മണിയാകും കഴിഞ്ഞു. അപ്പൊ ഇയാൾ ഈ സെക്യൂരിറ്റി റൂമിൽ കയറുന്നത് വരെ അയാൾ അങ്ങനെ തിരിഞ്ഞു കളിഞ്ഞ് നടക്കുകയാണ് റൂമിന്റെ പുറത്തുമായിട്ട്. എപ്പോഴാണ് സെക്യൂരിറ്റി റൂമിലേക്ക് കയറി പോകുന്നത് അതുവരെ ഇയാൾ പുറത്ത് ഒളിച്ചിരിക്കുകയാണ്, പേടിച്ചിട്ട് ഞാൻ എങ്ങാനും ചെയ്തു പോകും. അപ്പൊ ഈ ഒരു കേസാണ് നമുക്ക് മുമ്പിൽ ഇപ്പോ അയാൾ ഒരു കേസ് ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പോ ഇതിൽ പിന്നിൽ നമ്മൾ സ്കീമിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് പറയാം, അതിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു സ്കീമിലേക്ക് പോകുന്ന സമയത്ത് അതിന് മുമ്പ് നമുക്ക് ഒരു മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ റെഗുലേഷൻ സിസ്റ്റം എന്താണ് OCD ഉള്ള ആളുകൾക്ക് ഉണ്ടാവും. കാരണം ഒരാളുടെ വികാരങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെയധികം പൂർണ്ണമായിട്ട് അയാൾ അടിമപ്പെട്ടു പോയിട്ടുണ്ടാവും. അതാണ് മാലഡാപ്റ്റീവ് ഇമോഷൻ റെഗുലേഷൻ സിസ്റ്റം എന്നുള്ളത്. അതൊരു ഡ്രൈവനായിട്ട് വളരെ രീതിയിൽ ഒരു ഏർലി സ്കീമ പോലെ, സ്കീമ എന്ന് പറയുമ്പോൾ പലതരത്തിലാണ്. നമുക്ക് മുൻകാലത്ത് അനുഭവപ്പെട്ടുള്ള ആ ഒരു സ്കീമുകൾ ഒരു വിശ്വാസമായിട്ട് ചിലപ്പോൾ പാരന്റിൽ നിന്ന് കിട്ടിയതായിരിക്കാം, അല്ലെ ഏർലി എക്സ്പീരിയൻസ് നിന്ന് കിട്ടിയതായിരിക്കാം. പല രീതിയിലും അവിടെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ പുണിറ്റീവ് ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഇന്റേണൽ മോഡ്സ് ആണ് പ്രധാനമായിട്ടും OCD ഉള്ള ആളുകൾക്ക് ഉണ്ടാവുക. അപ്പോൾ OCD ഉള്ള ആളുകൾക്ക് അപ്പോൾ വികാരം വന്നാൽ അല്ലെങ്കിൽ ഇമോഷന്റെ വളരെ ബുദ്ധിമുട്ടുകൾ വന്നാൽ അത് മനസ്സിലാക്കുക, അത് സഹിക്കുക, അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുക, അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് പ്രകടിപ്പിക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ ആളുകൾക്ക് ഉണ്ടാവില്ല, പ്രത്യേകിച്ച് OCD ഉള്ള ആളുകൾക്ക്. പക്ഷെ നോർമലായിട്ട് നടന്ന ആളുകൾ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾ. അതേ സമയത്ത് മാലഡാപ്റ്റീവ് ആയിട്ടുള്ള സമയത്ത് ഇവർക്ക് ഈ ഒരു പ്രശ്നം വരുന്ന ഹൈ ആയിട്ട് ആങ്സൈറ്റി കൂടും. ഈ പറഞ്ഞതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് ആ കുട്ടികൾ പോയോ നോക്കും. അപ്പൊ കുട്ടികൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും പല സ്ഥലത്ത് നിന്ന് കണ്ടു കഴിഞ്ഞാൽ ആ കുട്ടികൾ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പാർക്കിൽ വെച്ച് കണ്ടാൽ ആ കുട്ടികളെ കണ്ടാൽ കുട്ടികൾ അവിടെ നിന്ന് പോയി വീണ്ടും പോയാണ് ഞാൻ, എന്നിട്ട് അവിടെ രക്തത്തിന്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് നോക്കും. അങ്ങനെ പല തരത്തിലും കണ്ടിട്ടാണ്. പിന്നെ ഇയാൾ പിന്നെ പതിയെ പതിയെ എന്താ ചെയ്തുകൊണ്ടിരിക്കുക? അവോയ്ഡൻസ് ആയിരിക്കും. മാക്സിമം കുട്ടികൾ, സ്വന്തം കുട്ടികളോട് വരെ സംസാരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അയാൾ കടന്നു പോകും. ഈ ഒരു ടൈബൻ എയർലി സ്കീമുകൾ എന്ത് ചെയ്യാം? അയാൾ എപ്പോഴും മനസ്സിൽ വരും ഒരു സ്കീമ, ഞാൻ തെറ്റാണ്, എനിക്ക് ഞാൻ പൂർണ്ണമായിട്ട് ഈ ഒരു ചിന്ത വരുന്നത് കൊണ്ട് ഞാൻ പൂർണ്ണമായും മോശമായിട്ടുള്ള ഒരാളാണ്. എനിക്കറിയാം ഈ ഒരു തെറ്റായിട്ടുള്ള ചിന്ത തന്നെയാണ്. പക്ഷെങ്കിൽ എനിക്ക് ഇങ്ങനെ ചിന്തിച്ചു പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ ചിന്ത വന്നു കഴിഞ്ഞാൽ ഞാൻ വളരെയധികം മോശപ്പെട്ട ആളാണ്. ഈ ഒരു കാര്യം ഞാൻ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്നെ അല്ലെങ്കിൽ മറ്റൊരു രീതി കാണാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ ഇതിൽ രണ്ട് സ്കീമുകൾ പറഞ്ഞു. ഒന്ന് പുണിറ്റീവ് ആൻഡ് ഡിമാൻഡുകളാണ്. ഈ പുണിറ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ്. അതിൽ പുണിറ്റീവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചതിന് ശേഷം സ്വയമായിട്ട് അയാള് ഞാൻ തന്നെ വിചാരിക്കുക ഞാൻ മോശപ്പെട്ട ഒരാളാണ്, അതാണ് പുണിറ്റീവ് എന്ന് പറയുന്നത്. മറ്റൊരു ഡിമാൻഡിലേക്ക് വരുന്ന സമയത്ത് 100% ചിന്തകൾ വന്നത് ശരിയാണ്, അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിച്ച് എന്റെ ചിന്തകൾ മാറ്റണമെങ്കിൽ ഞാൻ 100%, 100% ഞാൻ പോയി ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഓക്കെ ആയി പെർഫെക്ഷൻ ആയിരിക്കണം എന്നുള്ള രീതിയിലായിരിക്കും ഈ രണ്ട് മോഡുകൾ പോവുക. അപ്പോൾ ഈ ഒരു ഇന്റേണൽ തോട്ട് അപ്പോൾ സാധാരണയായിട്ട് വരുന്ന സമയത്ത്, ഒരു സെക്കൻഡ്, ഞാൻ വീഡിയോ ഒന്ന് ഓഫാക്കുന്നുണ്ടേ. ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു ഇന്റേണൽ മോഡ്സിന് സാധാരണയായിട്ട് ഒരു ഇൻട്രൂസീവ് തോട്ട് ആയിട്ടാണ് നമ്മൾ ഇവിടെ സ്കീമയിൽ കാണുന്നത്. അപ്പൊ അതിൽ ഒന്ന് ഈ ഒരു ഈ തോട്ട് ഇങ്ങനെ ഈ ഒരു ആളെ മനസ്സിൽ ഇങ്ങനെ വരുന്ന സമയത്ത് അടുത്ത ഒരു ഏർലി സ്കീം ആക്റ്റീവ് ആകും അയാളെ മനസ്സിലേക്ക്. ഞാൻ ഇങ്ങനെയൊക്കെ മുമ്പ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ ചിന്തകൾ വന്നത് കൊണ്ട് ഈ കുട്ടിക്കാലത്ത് ഏതെങ്കിലും അയാൾ ഇത് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ബുദ്ധിമുട്ട് അയാളെ മനസ്സിലേക്ക് ഉണ്ട്. ചിലപ്പോൾ കുട്ടിക്കാലത്ത് ഭയങ്കരമായിട്ട് പാരന്റിന്റെ ഒരു ബുദ്ധിമുട്ട് അയാൾക്ക് ഉണ്ടാവും. അപ്പൊ ആ ബുദ്ധിമുട്ട് കാരണം അയാൾക്ക് എന്ത് ചെയ്യും, പിന്നീട് എപ്പോഴും എന്താണ്, ഞാന് പാരന്റ് പറയുന്ന ഈ സ്ട്രിക്റ്റ് ആയിട്ട് ജീവിക്കണം, അതേപോലെ ഞങ്ങൾ പറഞ്ഞതൊക്കെ ചെയ്യാൻ പറ്റൂ, ഞങ്ങൾ പറഞ്ഞതേ പഠിക്കാൻ പറ്റൂ, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരാളാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഡിപ്പെൻഡൻസി എന്ന മോഡിലേക്ക് പോയി അയാൾക്ക് ഒറ്റക്കൊന്നും ജീവിക്കാൻ കഴിഞ്ഞോളന്നില്ല. അപ്പൊ ഇതിലേക്ക് പിന്നെ അയാൾ ഇങ്ങനെ പതിയെ പതിയെ എന്താണോ എല്ലാം എന്റെ ഭാഗത്തൊരു തെറ്റും വരാൻ പാടില്ല, ഞാൻ 100% ഓക്കെ ആയിരിക്കണം എന്നുള്ള രീതിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ആങ്സൈറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മളെ ബ്രെയിനെ പൂർണ്ണമായിട്ടും ബാധിക്കും. അതിനുശേഷം ഒരു കമ്പൽഷൻ എന്നാണ്, താൽക്കാലികമായി ടെമ്പററി ആയി ചെയ്തുകൊണ്ടിരിക്കും. സ്കീമ എന്താണ് വീണ്ടും വീണ്ടും ഈ മുമ്പുള്ള സ്കീമകൾ അത് വളരെയധികം ആക്റ്റീവ് ആയിട്ട് തുടങ്ങും അയാളെ മനസ്സിലും അയാളെ ചിന്തകളും. ഇതാണ് സാധാരണയായിട്ട് ഒരു OCD ഉള്ള ആളില് ഈ ഒരു സ്കീമ വളരുന്നത്. അപ്പോ നമുക്ക് അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സ്കീമുകളുണ്ട്, ഏർലി സ്കീമുകളുണ്ട്. സ്കീമ എന്ന് പറയുന്ന സമയത്ത് OCD നമുക്ക് സാധാരണ അറിയാം അതൊരു ചിന്തയിലൂടെ വരുന്ന പ്രശ്നങ്ങളാണ്, അത് ഒരു പെരുമാറ്റ പ്രശ്നങ്ങളല്ല. അപ്പോ സ്കീമയിൽ ഒന്ന് കുട്ടിക്കാലത്ത് രൂപപ്പെട്ട ആഴത്തിലുള്ള
ഒരു ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർക്ക് വരുന്ന ഒരു ഇമോഷണൽ കൊഗ്നിറ്റീവ് പാറ്റേൺ ആണ് ഈ ഒരു പറഞ്ഞിട്ടുള്ള നമ്മുടെ സ്കീമയിലുള്ള ഈ ഒരു OCD സിംറ്റംസുകൾ. അതിൽ പ്രധാനപ്പെട്ട നമ്മളിപ്പോ നമ്മളെ കൺമുമ്പിൽ കാണുന്ന ഒരു സിംറ്റം അൺറിലന്റിങ് സ്റ്റാൻഡേർഡ് ആൻഡ് ഹൈപ്പർ ക്രിട്ടിക്കൽനെസ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കീമയാണ്. കാരണം ഇവർക്ക് ഇങ്ങനത്തെ ആളുകൾക്ക് എന്താണ് എനിക്ക് എപ്പോഴും ഒരു പൂർണ്ണത വേണം, ശ്രദ്ധയോടെ ശുദ്ധിയായിട്ട് ഒരു തെറ്റില്ലാതെ എല്ലാവരും എന്നെ ഇങ്ങനെ പോലെ തന്നെ അംഗീകരിക്കണം. OCD മൂത്ത് ഹൈ ആയിട്ടുന്ന സമയത്ത് ആ പേഴ്സണാലിറ്റി ട്രേറ്റ് വരെ ആകുന്ന സമയത്താണ് ഒരു OCPDയിലൊക്കെ ഇന്ന ആളുകൾ എത്തുന്നത്. ആ സമയത്ത് ഇവർക്ക് OCD ഉണ്ടോന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടെ ആയിരിക്കും. അപ്പോ ഈ ഒരു അവസ്ഥയ്ക്ക് പോകുന്ന സമയത്ത് ഇതിൽ OCDയിൽ അമിതമായിട്ടുള്ള സ്ട്രെസ് പിന്നെ അവർക്ക് കൊടുക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അവർക്ക് ചെറിയൊരു സാഹചര്യം ഇപ്പൊ തെറ്റ് പോലും വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും മിസ്സായി കഴിഞ്ഞാൽ, ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്ത് വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് സ്വയമായിട്ട് വിശ്വസിക്കാൻ എന്റെ ഭാഗത്ത് തെറ്റുകളുണ്ട്, ഞാനത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. വീണ്ടും വീണ്ടും ഈ ഒരു ചിന്തകൾ എന്താണ് ഒരു മെന്റൽ റിച്വലൈസ് ആയിട്ട് അവിടെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇനി രണ്ടാമത്തേതാണ് പുണിറ്റീവ്നെസ്. പുണിറ്റീവ്നെസ് എന്ന് പറയുന്നത് എന്റെ ഭാഗത്ത് ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല, ഞാൻ എപ്പോഴും ഓക്കെ ആയിരിക്കണം എന്നുള്ള ഒരു ചിന്താഗതി. കാരണം ഈ ഒരു ഇൻട്രൂസീവ്, അതായത് ഈ ഒരു OCDന്റെ ചിന്ത വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വയമായിട്ട് സെൽഫ് ബ്ലെയിം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ആ സെൽഫ് ബ്ലെയിം ഉണ്ടാവുന്ന സമയത്ത് എങ്ങനെയാ, ഞാൻ ആ കുട്ടിയെ കണ്ടാൽ കൊന്നുപോകും, അല്ലെങ്കിൽ എന്റെ സ്വന്തം വീട്ടിൽ തന്നെയുള്ള ആളുകളെ ഞാൻ ഉപദ്രവിച്ചു പോകും എന്നുള്ള ആ സ്വയമായിട്ടുള്ള അങ്ങനെ ചിന്ത വന്നത് കൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ആയി പോവാനുള്ള സാധ്യത ഉണ്ട്. ഇത് പുണിറ്റീവ്നെസ്സിലേക്ക് കൂടുതൽ റിലീജിയസുമായിട്ടുള്ള ബന്ധപ്പെട്ട് കാണും. അപ്പോ ഒരാൾ മുമ്പ് ഇതേ പറഞ്ഞ പോലെ മറ്റൊരു കേസിലൊക്കെ ഒരു കുട്ടി വന്ന് പറയാണ്, ഏകദേശം 21 വയസ്സുള്ള ഒരു ആൺകുട്ടി. ആള് പറയാണ്, ഞാൻ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ ദൈവത്തിനോട് എന്തൊക്കെയോ മറ്റൊരു സെക്ഷുവലി ആയിട്ടുള്ള തോട്ട് വരികയാണ്, ഞാൻ പിന്നെ ദൈവത്തിനോട് വല്ലാത്തൊരു തെറ്റ് ചെയ്തു പോയി. അപ്പൊ പിന്നെന്താണ്, വീട്ടിലൊരു പൂജാമുറി ഉണ്ട്, എല്ലാ ദിവസവും ആള് എന്ത് ചെയ്യുന്നുണ്ട്, പൂജാമുറി കയറുന്നുണ്ട്, വീട്ടുകാരുടെ കൂടെ പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. എങ്കിൽ പോലും ആൾക്ക് അവിടെ കമ്പൽഷൻ ഇല്ല, ഇവിടെ ഒബ്സഷൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ക്ലയന്റിന്. അപ്പോ അപ്പൊ ആളെന്ത് ചെയ്യുന്നുണ്ട്, വളരെയധികം അമ്പലത്തിൽ പോകുന്നുണ്ട് വീട്ടുകാരോട്. ഇതൊക്കെ ആരോടെ പറയാൻ പറ്റുമോ? പറഞ്ഞു കഴിഞ്ഞാൽ മോശമല്ലേ? ഇങ്ങനൊക്കെ ചിന്തിക്കാൻ പാടുണ്ടോ? അപ്പൊ ഈ ഒരു പൊണിറ്റീവ്നെസ് എന്നിട്ട് അവനെ തോന്നുകയാണ്, ഞാൻ എന്നെ സൃഷ്ടിച്ചിട്ടുള്ള എന്റെ ദൈവത്തിനോട്, ഞാൻ ആരാധിക്കുന്ന ദൈവത്തിനോട് വല്ലാത്ത രീതിയിൽ ഞാൻ തെറ്റ് ചെയ്തു പോയി എന്ന് വിചാരിച്ചിട്ട് ആള് കൂടുതലായിട്ട് എന്താണ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരുപാട് പൂജകൾ, ആ തെറ്റുകൾ മറയ്ക്കാൻ വേണ്ടിയിട്ട് പല അമ്പലത്തിലും മറ്റേതിലൊക്കെ പോയിട്ട് ആളുകളുമായിട്ട് ഇടപെട്ടിട്ട് ഞാനിങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എവിടെയൊന്നും ആള് തുറന്നു പറയുന്നില്ല. ആള് ക്യാഷൊക്കെ വീട്ടുകാരൊക്കെ നിർബന്ധിച്ച് അത് ചെയ്യണം ഇത് ചെയ്യണം, നമ്മളെ കുടുംബത്തിനൊക്കെ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് എന്ന് ആള് പറഞ്ഞ് അതിന്റെ പിന്നാലെ നടക്കുക. അതൊരു മോറൽ OCD ആയിട്ട് വരും. ഇനിയിപ്പോ അതേപോലെ വൾണറബിലിറ്റി ടു ഹാം ഓർ ഇൽനെസ്, ഈ ഒരു സ്കീമയിൽ വരുന്നത് പ്രധാനമായിട്ടും ഏത് നിമിഷവും തനിക്ക് എന്തൊക്കെയോ സംഭവിക്കാനുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂസ് എടുക്കാം. ആൾക്ക് എന്തെങ്കിലും ഒരു വീഡിയോസ് യൂട്യൂബിലൊക്കെ എന്തെങ്കിലും വീഡിയോസ് കണ്ടാൽ തന്നെ ആൾക്ക് തോന്നുകയാണ്, എനിക്ക് ഒരു പാനിക് അറ്റാക്കിന്റെ കണ്ട അപ്പൊ ചെറിയൊരു പെയിൻ എവിടെ വന്നാൽ എനിക്കും പാനിക് അറ്റാക്ക് വരികയാണ്, ഞാനിപ്പോ ഹാർട്ട് അറ്റാക്ക് ആയി പോവാണ്. അതേപോലെ എവിടെയെങ്കിലും ഒരു പിന്നെ പബ്ലിക് ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ആള് എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ കയ്യിൽ എന്തെങ്കിലും പൊടിയായി കഴിഞ്ഞാൽ അയാൾക്ക് തോന്നുന്നു ഇപ്പൊ എവിടെയെങ്കിലും എനിക്ക് എന്തെങ്കിലും ജേംസുകൾ വരാനുള്ള സാധ്യതകളുണ്ട്, എപ്പോഴും ഞാൻ കഴുകി കൊടുക്കണം. പിന്നെ അതേപോലെ വീട്ടിൽ ഗ്യാസ് അടച്ചോ എന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുക. അതേപോലെ റീഅഷുറൻസ്, ആളുകളോട് നിരന്തരമായിട്ട് പിന്നെ അന്വേഷിക്കുക, എനിക്കിങ്ങനെ ചിന്തകൾ വരുന്നുണ്ട്, അതൊന്നും ചോദിക്കില്ല. പക്ഷെ ഇങ്ങനത്തെ ചിന്തകളൊക്കെ നിങ്ങൾക്കൊക്കെ വരാറുണ്ടോ, ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയും ആളുകളോട് റീഅഷുറൻസ് ചോദിക്കും, ഞാൻ ചെയ്തത് ശരിയാവോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെ നിരന്തരമായിട്ട് അവരിങ്ങനെ ഇതിനെപ്പറ്റി ചോദിക്കും. അപ്പൊ ഇതിൽ OCD കണക്ട് ആവുന്നത് എങ്ങനെയാണ്, അമിതമായിട്ടുള്ള ഈ ഒരു ഭയപ്പെടുത്തുന്ന ഒരു മാതാപിതാക്കളിലൂടെയാണ് ഈ ഒരു സിംറ്റം ഇവർക്കിൽ എത്തുന്നത്. ഒന്ന് കണ്ടാമിനേഷൻ വരും, ഹെൽത്ത് ആങ്സൈറ്റി വരും, ചെക്കിങ്. ഇത് നമ്മൾ ആ OCDന്റെ പാറ്റേൺ എങ്ങനെയാ പോവാ, കുട്ടിക്കാലത്ത് പാരന്റ് സ്റ്റൈൽ വളരെയധികം മോശമായിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു സംഭവം വരിക. കാരണം നിരന്തരമായിട്ട് ഉപദ്രവിക്കുക. അതേപോലെ ഈ ഒരു NPD വിക്ടിംസിന്റെ ഇവരെ മക്കളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ ആങ്സൈറ്റി ചിലപ്പോ, അതേപോലെ ADHD ഒരു സ്റ്റേജ് വരെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നേരെ വരുന്ന ഒരു ആങ്സൈറ്റി സ്റ്റേജ് ആണ് OCD, ഇത് കുട്ടികൾക്ക്. അപ്പൊ ഇതിൽ നിന്നൊക്കെ വളർന്നു വന്നിട്ട് ആള് ചിലപ്പോ ഒരു 25-30 വയസ്സ് വരെ ചിലപ്പോ ആരും തിരിച്ചറിയില്ല, ഇങ്ങനെ ഇയാൾക്കൊരു പ്രശ്നമുണ്ട് എന്നൊന്നും ആള് തിരിച്ചറിയില്ല, വീട്ടുകാരൊന്നും അറിയില്ല. പക്ഷെ ഒരു ഓവേർട്ട് ബിഹേവിയർ ആയിട്ട് പിന്നീട് അത് പതിയെ പതിയെ ചിലപ്പോൾ അയാളൊരു കല്യാണം കഴിഞ്ഞ് ചിലപ്പോൾ അയാളെ പാർട്ട്ണർ ആയിരിക്കും കാണുന്നത്, റിപ്പീറ്റഡ് ആയി ചെയ്യുന്ന പല പേർക്കും കണ്ട് കാണുന്ന ബിഹേവിയർ, അവിടെയാണ് ഓവേർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കണ്ണുകൊണ്ട് കാണുമ്പോൾ അയാൾക്ക് എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന്.
അപ്പൊ അയാൾ അതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് അപ്പൊ ആ ക്ലയന്റ് തന്നെ വിചാരിക്കുന്നത് എനിക്ക് സ്വന്തമായിട്ട് പ്രശ്നം അയാൾക്ക് അറിയാൻ പറ്റും. OCD ഉള്ള ആളുകൾക്ക് എന്ന് മുതലാണ് ഇത് വന്നത്, ഇതിന്റെ ബുദ്ധിമുട്ടൊക്കെ അയാൾക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ അത് ആരോട് പറയില്ല എന്നുള്ളൂ. അപ്പൊ ഈ ഒരു എന്റെ പാർട്ണർ അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഇതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് അന്വേഷിക്കും, ഒരു ട്രീറ്റ്മെന്റ് ഒക്കെ പോകാനൊക്കെ വില്ലിങ് ആയി തുടങ്ങും. കാരണം എന്താണ്, ഞാനിവിടെ എന്റെ ഉള്ളിലുള്ള ചിന്തകൾ ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ മോശക്കാരനാണ്. ഇനിയിപ്പോ ഉള്ളിലത്തെ കാര്യം പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ട്രീറ്റ്മെന്റ് എങ്ങനെയെങ്കിലും നടക്കട്ടെ എന്നുള്ള ആ ഒരു രീതിയിൽ. ഇനിയിപ്പോ ഇതിൽ തന്നെ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ആൻഡ് സെൽഫ് സാക്രിഫൈസ് അതില് പ്രധാനമായിട്ടും വരുന്നത്, എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു നമ്മുടെ ജീവിതത്തിലൊക്കെ തെറ്റുണ്ടായാൽ, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണ് എന്ന് സ്വയം അങ്ങോട്ട് ഏറ്റെടുക്കുക. ചിലപ്പോ ആ ഒരു പ്രശ്നവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല, അയാളെ നിയന്ത്രിക്കപ്പെട്ട കാര്യങ്ങളേ ആയിരിക്കും, പുറത്തുള്ള കാര്യങ്ങളായിരിക്കും. എന്നാലും അതും അമിതമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ട് പിന്നെ അത് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്റെ ഭാഗത്തൊന്നും സംഭവിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ ആൾക്കാർക്ക് വിഷമാവും, അല്ലെങ്കിൽ ഞാൻ അവരോട് ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് എന്നോട് തെറ്റിദ്ധാരണകൾ ഉണ്ടാവും. പിന്നെ അതേപോലെ ഞാൻ എപ്പോഴും ഒരു സേഫ് സോണിൽ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ മറ്റുള്ള ആളുകളെ കീഴിൽ ജീവിക്കേണ്ടവനാണ്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു ഈ ആങ്സൈറ്റിക്ക് നമ്മൾ, സോറി, OCDക്ക് നമ്മൾ എക്സ്പോഷർ തെറാപ്പി ആരംഭിച്ചു കഴിഞ്ഞ പല ക്ലയന്റിനും ചില സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന സംശയങ്ങളാണ്, ഞാൻ ഈ ഒരു എക്സ്പോഷർ ചെയ്തു എന്നൊക്കെ വീട്ടുകാർ അറിഞ്ഞ, ചിലപ്പോൾ അറിയാണ്ട് വന്നവരായിരിക്കും, അറിയാണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെങ്ങാനും അറിഞ്ഞാൽ ചിലപ്പോൾ അവർക്കൊരു മോശമായി കാണും, ഇത് വലിയ തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ എന്നിങ്ങനെയുള്ള ചിന്തകളൊക്കെ അവർക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ കൂടെ തന്നെ വരാനുള്ള സംശയങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതേപോലെ മറ്റൊരു സ്കീമയാണ് ഇമോഷണൽ ഇൻഹിബിഷൻ. ഇമോഷണൽ ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്നിട്ടുള്ള വികാരങ്ങൾ, എന്റെ ഇമോഷൻസ് ഒക്കെ അപകടമാണ്, ഡേഞ്ചറസ് ആണ് എന്ന് വിശ്വസിക്കുക. അതൊരിക്കലും എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. അപ്പൊ OCD ഉള്ള ആളുകൾ ഇപ്പൊ ഹൈ ആയിട്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാവും, അതേപോലെ അവർക്ക് അഗ്രസീവ് ആയിട്ടുള്ള പെരുമാറ്റങ്ങൾ ഉണ്ടാവും, അതുപോലെ ഫിയർ ഉണ്ടാവും. അപ്പൊ ഇതൊന്നും അവർക്ക് നേരിട്ടായിട്ട് ഇന്നതാണ് ഞാൻ അനുഭവിക്കുന്നത്, ഇന്ന ഇമോഷൻസ് ആണ് എന്റെ മനസ്സിലൂടെ ഇപ്പൊ കടന്നു പോകുന്നത് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു വികാരങ്ങൾ അവർ ചിന്തകളായിട്ട് കൺവേർട്ട് ചെയ്യും. കാരണം വികാരങ്ങളെ തിരിച്ചറിയാതെ സ്വന്തം മനസ്സിലേക്ക് അത് ചിന്തകളായിട്ട് അത് മാറ്റും. ആ ചിന്തകൾ അത് റിച്വൽസ് ആയിട്ട് അത് വഴി വികാരം അത് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങും. കാരണം എനിക്ക് ഒരു റിച്വൽസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ബിഹേവിയർ ആയിരിക്കാം, ആരും അറിയാതെ എന്തെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലുക, അതേപോലെ എന്തെങ്കിലും ഈ ഒരു തൽക്കാലം ആരും അറിയാതെ പോയി കൈ കഴുകുക, ഇപ്പൊ കുളിക്കാൻ വേണ്ടി കൂടുതൽ സമയം എടുക്കുക, ഗ്യാസ് അടച്ചോ നോക്കുക, ഇതൊന്നും ചിലപ്പോൾ നാട്ടുകാരും കുടുംബക്കാരും ഒന്നും കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷെ ഇത് ചിന്തകളായിട്ട് മാറിയിട്ട് സ്വന്തം വികാരങ്ങൾ അടിച്ചമർത്തി അവോയ്ഡ് ചെയ്തിട്ട് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് മാത്രം പോകുന്ന ഒരു അവസ്ഥയ്ക്കാണ് ഇമോഷണൽ ഇൻഹിബിഷൻ എന്ന് പറയുന്നത്. അതേപോലെ അടുത്തതാണ് ഡിഫക്റ്റീവ്നെസ് ആൻഡ് ഷെയിം എന്ന് പറയുന്നത്. ഇതും കാരണം തന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ആരെങ്കിലും മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ അവർ തള്ളി പറയാനുള്ള സാധ്യതകളുണ്ട്. OCD ഉള്ള ആളുകൾ ഒരിക്കലും മറ്റുള്ള ആളുകൾ ഒരിക്കലും തന്റെ കാര്യങ്ങൾ തുറന്നു പറയില്ല, കാരണം ഒക്കെ തെറ്റായിട്ടുള്ള ചിന്ത. അപ്പൊ ഞാനിപ്പോ എന്റെ സുഹൃത്തിനോട് പറഞ്ഞാൽ ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കും, ഇതൊക്കെ അവർ നിനക്ക് വട്ടാണെന്ന് പറഞ്ഞ് അവർ കളിയാക്കും, അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടും. അപ്പൊ ഇതേപോലെ ഉണ്ടാവുന്ന സംഭവങ്ങൾ ഇത് ഇതിൽ ഏറ്റവും കൂടുതൽ ഏത് വരിക, സെക്ഷൽ തോട്ടിലാണ് വരിക, ഡിഫക്റ്റീവ്നെസ് ആൻഡ് ഷെയിം. കാരണം ഇതൊന്നും ആരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കുകയില്ല, അതൊക്കെ തെറ്റാണ്, മറ്റുള്ള ആളുകൾ കളിയാക്കപ്പെടും. അപ്പൊ ഈ ഒരു ഒബ്സഷൻ വരുന്നത് കൊണ്ടാണ് അഗ്രസീവ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ. കാരണം വീട്ടിൽ നിരന്തരമായിട്ട് ഫാമിലി അടി ഉണ്ടാവും, ഭാര്യയും ഭർത്താവ്, ഇയാൾക്കൊരു ഇതേപോലെ ചിന്ത ഉണ്ടെങ്കിൽ എന്റെ ഭാര്യനെ തന്നെ ഞാൻ മറ്റൊരു തരത്തിൽ സെക്ഷലി ആയിട്ട് ഉപയോഗിച്ചു പോവും, അല്ലെങ്കിൽ ഉപദ്രവിച്ചു പോകും എന്നൊക്കെ ഇത് വന്നു കഴിഞ്ഞാൽ ആളെന്ത് ചെയ്യും, ആദ്യമൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളായിട്ട് ആട് തുടങ്ങും. പിന്നെ 2 റൂമിൽ മാറിക്കിടക്കുന്ന ഒരവസ്ഥ, പിന്നെ വീട്ടിൽ നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടും അവിടെ നടക്കുക. അപ്പൊ ഇതേപോലെ അവർക്ക് ഈ ഒരു പ്രശ്നം അവരുടെ ലൈഫിൽ ഈ ഒരു ഒബ്സഷൻ കാരണം അങ്ങനെ തുടർന്ന് പോകാനുള്ള സാധ്യതകളുണ്ട്. അതാണ് ഡിഫക്റ്റീവ്നെസ് ഷെയിം എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ചിന്ത ഉണ്ടാകുന്നത് തന്നെ എനിക്ക് മോശമായിട്ടുള്ള ഒരു തെളിവാണ്, അല്ലെങ്കിൽ ഞാനൊരു മോശമായിട്ടുള്ള ഒരാളാണ് എന്നുള്ള ഒരു സിംറ്റംസിലേക്ക്, അല്ലെ ഒരു തിയറിയിലേക്ക് അവർ പോകും. ഇതാണ് ഏകദേശം നമുക്ക് ഈ പറഞ്ഞ ഈ ഒരു സ്കീമ മോഡ്സുകൾ. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇതിൽ ഏതാണ് നമ്മുടെ മുമ്പിൽ, ക്ലയന്റിന്റെ മുമ്പിൽ ഉള്ളത് നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം, ഏത് വിശ്വാസങ്ങളാണ്, ഏത് തരത്തിലുള്ള മോഡാണ് അവർക്ക് ഉള്ളത്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട നമ്മളിപ്പോ പറഞ്ഞതാണ്, ഒന്ന് ഡിമാൻഡിങ് പാരന്റ് മോഡാണ്. അവിടെ എല്ലാം കൺട്രോൾ ആവണമെന്ന്
ശീലിച്ചു വന്ന ഒരു പാരന്റ് നിന്ന് വളർന്നിട്ടുള്ള ഒരാളാണെങ്കിൽ, അതേപോലെ പുനിറ്റീവ് പാരന്റും എന്ന് പറയുമ്പോൾ വളരെ ശിക്ഷകൾ കിട്ടിയിട്ടുള്ള, ചെറുപ്പത്തിലെ വളരെ ശിക്ഷ അർഹമായിട്ടുള്ള കഴിഞ്ഞു പോയിട്ടുള്ള ഒരാളാണെങ്കിൽ, പിന്നെ അതേപോലെ ശിക്ഷയൊന്നുമില്ല, പാരന്റ് ഒക്കെ ഓക്കെയാണ്. പിന്നെ മറ്റൊരു തരം എപ്പോഴും എന്താണ് ആങ്ഷ്യസ് ആണ് ആള്, എപ്പോഴും പേടിയും കാര്യങ്ങളും ഒരു ഗിൽറ്റി ഫീൽ ഉള്ള കുട്ടി, അങ്ങനെ വളർന്നു വന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ, അങ്ങനെ വളർന്നിട്ടുള്ള ഒരാളാണെങ്കിൽ, അതേപോലെ കോപ്പിംഗ് മോഡ്സ്. കാരണം ഈ ഒരു പിന്നെ ചിന്തകൾ വരുന്ന സമയത്ത് ബ്രെയിൻ ഉപയോഗിക്കുന്ന തെറ്റായിട്ടുള്ള മാർഗങ്ങൾ. അപ്പോ അയാൾ ഇങ്ങനെ ചിന്ത വന്നു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് അവോയ്ഡൻസ് ആയിരിക്കും. ഇങ്ങനത്തെ സിറ്റുവേഷൻ, അങ്ങനത്തെ ആളുകളൊക്കെ അയാൾ ഒഴിവാക്കി, അല്ലെങ്കിൽ എക്സസീവ് ആയിട്ടുള്ള ചെക്കിങ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള ആ ഒരു പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ആയിരിക്കും കോപ്പിംഗ് മോഡ്സുകൾ. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ കറക്റ്റ് ആയിട്ട് സിംറ്റംസ് ഉള്ളത് എന്ന് നോക്കുക. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് നമുക്ക് പലതരത്തിൽ പറഞ്ഞു, ഇത് ഏതൊക്കെ രീതിയിലാണ് വരുന്ന സ്കീമുകൾ. ഇനി നമുക്ക് ഇത് താൽക്കാലികമായിട്ട് എങ്ങനെയാണ് ഇത് ഒരു കുട്ടിക്കാലത്ത് തന്നെ നമ്മുടെ ആ ഡെവലപ്മെന്റ് സ്റ്റേജ് തന്നെ എങ്ങനെയാണ് ഒരു പാറ്റേണിൽ കൂടെ അയാൾക്ക് വരുന്നത്. അപ്പോ ഇവിടെ ഒന്ന് OC കാണുന്ന ആ ഒരു നമ്മുടെ ചെറുപ്പകാലത്ത് വരുന്ന ആ പാറ്റേൺ പലപ്പോഴായിട്ടും അവരുടെ ഇമോഷണൽ എക്സ്പീരിയൻസ് ആയിട്ടാണ് പിന്നീട് വരിക. ചിലപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പാനിക് മോഡായിരിക്കും, അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ കൂടെ വളർന്നു വന്നിട്ടുള്ള ഒരാള്. അപ്പോ ഇതില് അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് ലവ് കണ്ടീഷൻ ഓൺ ബീയിങ് ഗുഡ് എന്ന് പറയുന്നത്. അപ്പൊ അവര് പറയാണ്, സ്വയമായിട്ട് നല്ല കുട്ടിയായാൽ മാത്രമേ എനിക്ക് എന്റെ പാരന്റ് അംഗീകരിക്കൂ. ഒരു പാരന്റ് അവനോട് പറയാണ്, നീ നല്ല രീതിയിൽ പഠിക്കണം, നിന്റെ മാർക്ക് 100% എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം, അതിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നീ എവിടെയും എത്തപ്പെടില്ല, നിനക്ക് നല്ലൊരു ജോലി കിട്ടില്ല. നിരന്തരമായി ഇവിടെ ഉപദ്രവം ഒന്നുമില്ല കേട്ടോ, ആ കുട്ടീനോട് നിരന്തരമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോ ഇതേപോലെ ഒരു സംഭവം ഒരു പെൺകുട്ടി 9ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടി സുപ്രഭാതത്തിൽ പറയാണ്, മുമ്പ് തന്നെ പറഞ്ഞത്, ഇനി ഞാൻ പഠിക്കാനൊന്നും പോകുന്നില്ല, പഠിച്ചിട്ടൊന്നും കാര്യമില്ല, പഠിക്കാത്ത എത്രയോ ആളുകൾ ജോലിക്ക് പോകുന്നുണ്ട്, അവർക്ക് ഇപ്പോഴും ജോലിയൊക്കെ കിട്ടുന്നുണ്ട്, പിന്നെ ഞാൻ എന്തിനത്ര റിസ്ക് എടുക്കുന്നത് പഠിക്കുന്നത്. അപ്പോ 9ാം ക്ലാസ്സിൽ ഓണപ്പരീക്ഷയ്ക്ക് വരെ നല്ല 80% മുകളിൽ മാർക്ക് കിട്ടുള്ള കുട്ടിക്ക് എന്തുകൊണ്ടാണ് അടുത്ത ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ ഇത് സംഭവിച്ചിട്ടുള്ളത്? അയാൾക്ക് വീട്ടിൽ നോക്കുമ്പോൾ ഒറ്റ മകളാണ്. സാധാരണ കുടുംബത്തിൽ പറഞ്ഞ ചെറിയൊരു അച്ഛൻ നോർമലായിട്ട് ജോലിക്ക് പോകുന്ന ആള് കൂലിപ്പണിക്കാർ, അമ്മയും വീട്ടില് ഹൗസ് വൈഫാണ്. അപ്പോ കുടുംബത്തിൽ ഇവര് എന്തുകൊണ്ടാണ് ഈ ഒരു കുട്ടിക്ക് ഇപ്പൊ ഇങ്ങനെ കാരണം? കുട്ടിക്ക് ഒരു മൊബൈൽ ഇല്ല, മൊബൈൽ അഡിക്ഷൻ ആണ്. പക്ഷെ ഈ ഒരു 3 മാസങ്ങൾക്ക് ശേഷം കുട്ടി നിരന്തരമായിട്ട് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എനിക്ക് മൊബൈൽ, എന്റെ കൂട്ടുകാർക്കൊക്കെ ഉണ്ട്, എനിക്ക് മൊബൈൽ വേണം. നോക്കുന്ന സമയത്ത് കുട്ടിയുടെ കൂട്ടുകാർ പലരും 1-2 പേർക്ക് മൊബൈൽ, എല്ലാവരും ആ കുട്ടിയെ പോലെ തന്നെ നല്ല പഠിക്കുന്ന കുട്ടികളാണ്, ആ ഒരു ടീം അങ്ങനെയാണ് പോണത്. പക്ഷെ ഈ കുറഞ്ഞ മാസങ്ങൾക്ക് ശേഷം കുട്ടിക്ക് സംഭവിച്ചത് എന്താണ്? ഇവിടെയാണ് നമ്മളെ ഒരു പാരന്റിങ് സ്റ്റൈല് നമ്മൾ നോക്കേണ്ടത്. കാരണം നിരന്തരമായിട്ട് ആ കുട്ടിയുടെ അച്ഛനും അമ്മയും കുട്ടിയോട് പറയും, നീയാണ് ഞങ്ങളുടെ പ്രതീക്ഷകള്. അപ്പോ നീയാണ് ഞങ്ങളുടെ പ്രതീക്ഷകള്. ആ പ്രതീക്ഷകൾ എന്താണ്? നീ പഠിച്ചു കഴിഞ്ഞ് നല്ലൊരു ജോലിയൊക്കെ കയറി കഴിഞ്ഞാലേ ഞങ്ങൾക്കൊന്ന് സന്തോഷത്തോടൊക്കെ ജീവിക്കാൻ കഴിയൂ. കുട്ടിനെ ആദ്യം കുട്ടിക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ്. ആ കുട്ടി പതിയെ പതിയെ ഏറ്റെടുത്തു. ഞാൻ ഞാൻ അച്ഛനും ഇവനും ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാലേ അവർക്കൊരു മുന്നോട്ടൊരു നല്ല ലൈഫ് ഉണ്ടാവും. ഇതിൽ അതിനെ കുട്ടി ചിന്തിച്ചത്, പക്ഷെ അതിന് കോൺഫിഡൻസ് ലെവൽ കൂടി പഠനത്തിൽ ശ്രദ്ധിച്ചു. പിന്നെ പതിയെ പതിയെ നിരന്തരമായിട്ട് ഇത് കുട്ടി കിട്ടിയ ബ്രെയിനെ തന്നെ, അവിടെയാണ് നമ്മുടെ ബ്രെയിന്റെ പ്രവർത്തനം ആലോചിക്കേണ്ടത്. ബ്രെയിൻ എന്ന് പറയുന്ന ആ ഒരു ഹോർമോൺ സിസ്റ്റവും അതിലെ ആ കോർട്ടക്സിന്റെ ഭാഗവും അമിഗ്ഡാല എന്ന ഭാഗം, ഇതൊക്കെ പതിയെ പതിയെ നമ്മളെ ഒരു ആങ്സൈറ്റി രൂപത്തില്. കാരണം എനിക്ക് ആ ഇവർ പറയുന്നത് പോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയും എന്നെ തള്ളി പറയാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിന് ഞാൻ എന്ത് ചെയ്യാം? അമിഗ്ഡാല എന്ന് പറഞ്ഞിട്ടുള്ള വെരി ഡേഞ്ചർ ആയിട്ടുള്ള ബ്രെയിനിലെ ഒരു പാർട്ടാണ്. ആ ഏരിയ എന്ത് ചെയ്യും? പതിയെ പതിയെ, നീ അങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, തൽക്കാലം അത് വിട്ടുകളാ എന്ന ആള് ആശാനോട് പറയും. അപ്പൊ ആ പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? പതിയെ പതിയെ ഒരു ആങ്സൈറ്റി ലെവൽ കൂടും. ഈ പഠനത്തിൽ അതിന് പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന്. അപ്പൊ ഇവിടെ എങ്ങനെ ആ കുട്ടിക്ക് OCD ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്നത്? ഈ ഒരു കാരണങ്ങൾ കൊണ്ട് ആള് നിരന്തരമായിട്ട് അന്വേഷിക്കുകയാണ്. ഈ പെൺകുട്ടി സ്വന്തം നാട്ടിലായിട്ടും പല കാര്യം കുട്ടി അന്വേഷിക്കുകയാണ്. വിദ്യാഭ്യാസമില്ലാത്ത ആളുകളെ സെലക്ട് ചെയ്യാണ് കുട്ടി. അതായത് ഈ പഠിക്കാത്ത ആളുകളൊക്കെ ഇപ്പൊ ജോലിക്ക് പോകുന്ന കുടുംബം പോയിട്ടുന്നുണ്ട്. അങ്ങനത്തെ ആളുകളെ കുട്ടി ഇങ്ങനെ നിരന്തരമായിട്ട് ഈ ഒരു ഒബ്സഷൻ കാരണം കമ്പൽഷന് അന്വേഷിക്കുന്നതാണ്, അല്ലാണ്ട് വേറെ പ്രവർത്തനങ്ങളില്ല. ഇത് നിരന്തരമായിട്ട് കുട്ടി വീട്ടിൽ പറയാം, അയാള് അത്ര വരെ പഠിച്ചിട്ടുള്ളല്ലോ,
ഇയാൾ ഇത്ര പിന്നെ പഠിച്ചിട്ടില്ലല്ലോ, അയാൾക്ക് ജോലിയില്ലേ, 2 കുട്ടികളുണ്ട്, അവരൊക്കെ നല്ല രീതിയിൽ ഇപ്പൊ പഠിക്കുന്നുണ്ട്, പിന്നെന്താ നിങ്ങൾക്ക് പ്രശ്നമില്ല. അപ്പോ ഇതേപോലെ എന്താണ് ആ ഒരു നല്ല ലോ കണ്ടീഷൻ ഓൺ ബീങ് ഗുഡ് ഓർ ബാഡ് എന്ന് പറയുന്ന പെർഫെക്റ്റ് എന്ന മോഡിലേക്ക് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞാൻ നന്നായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ നല്ല കുട്ടിയായാൽ മാത്രമേ എനിക്ക് സ്നേഹം കിട്ടൂ, അല്ലെങ്കിൽ ആ കണ്ടീഷൻ ലവ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളത്. ഇനി അടുത്തതാണ് എക്സസീവ് മോറൽ റിലീജിയൻ മെസ്സേജിങ്. ഇവിടെ ചിന്ത പോലും, എനിക്ക് ഇങ്ങനെ ഒരു ചിന്ത പോലും, നമ്മൾ നേരത്തെ ഒരു കുട്ടിയുടെ ആ ഒരു അമ്പലവുമായിട്ടും പൂജ പ്രാർത്ഥനവുമായിട്ട് പറഞ്ഞതുപോലെ ആ കുട്ടിക്ക് തോന്നുകയാണ് ഈ ഒരു ചിന്ത പോലും വന്നിട്ട് വലിയ പാപമായിട്ടാണ്. ദൈവം എന്നെ എങ്ങനെ ആ രീതിയിലാണ് ഇനി കാണാൻ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് എപ്പോഴും മോശമായിട്ടുള്ള ഒരു സംഭവം എന്റെ ലൈഫിൽ വരാനുണ്ട് എന്ന് നിരന്തരമായിട്ട് ആലോചിച്ചിരിക്കുക. പിന്നെ മറ്റൊന്നാണ് പാരന്റ് ആങ്ഷ്യസ് കാറ്റർഫൈസിങ് എന്നൊക്കെ പറയുന്നത് പോലെ, അവിടെ എനിക്ക് എന്ത് ചെയ്താലും ഒരു പണ്ട് പാരന്റ് ഭാഗത്ത് കുറച്ച് ബദ്ധവും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്ക് കാറ്റർഫൈസിങ് എന്ന് പറയും. കാരണം എന്റെ ലൈഫിൽ എപ്പോഴും ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്, അതേപോലെ എന്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ അതിലൂടെ എന്താണ് എനിക്ക് ഒരു എന്റെ ഈ ഒരു തെറ്റായിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെറിയ തെറ്റ് പോലെ ഈ ഒരു ചിന്തയിൽ വന്നിട്ടുള്ള അത് നടക്കാൻ സാധ്യതയുണ്ട് എന്ന് വരും. അതിനുശേഷം ഇമോഷണൽ എക്സ്പ്രഷൻ ഡിസ്കറേജ്. അവിടെ ഞാൻ കരയാൻ പാടില്ല, കോപിക്കാൻ പാടില്ല, ഞാൻ ആരോടും എന്റെ ഇമോഷൻസ് കാണിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ഇമോഷൻസ് റെഗുലേഷൻ സിസ്റ്റം എന്ത് ചെയ്യും, ആ മാലഡാപ്റ്റീവ് ആയിട്ടുള്ള സിസ്റ്റം പതിയെ പതിയെ അയാളെ ഉള്ളിൽ വളർന്നു, ആ കുട്ടിയുടെ മനസ്സിൽ വളർന്നു വരും. അതിലൂടെ പിന്നീട് അയാളുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്നത്. അപ്പോ ഈ ഒരു അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ ആ ഒരു മോഡ്, ആ ഒരു പിന്നെ എന്താണ് നമ്മുടെ ആ സ്കീമുകൾ അയാളെ മനസ്സിൽ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. ഓക്കെ അല്ലേ? മനസ്സിലാവുന്നില്ലേ? എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹലോ, ഓഡിബിൾ അല്ലേ? ഓക്കെ അല്ലേ? എനിവൺ? ഓക്കെയാണ് സാർ. ഓക്കെ. അപ്പോ ഇനി നമുക്ക് ഈ ഒരു ടെമ്പറമെന്റ് ഡൈമെൻഷൻ എന്ന് പറയുന്നത്, അതായത് ഇങ്ങനത്തെ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അയാൾക്ക് ഒരു OCDന്റെ പോക്ക് എങ്ങനെയാണ്, അയാളെ സിവിയറിറ്റി മനസ്സിലാക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, പിന്നെ അയാൾക്ക് ചിലപ്പോൾ ഈ ഒരു OCD ജന്മസിദ്ധമായിട്ടുള്ള ഒരു ഇമോഷണൽ സ്റ്റേറ്റിലൂടെയാണ് ആൾ കടന്നു വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അയാൾക്ക് ഒരു സ്ട്രെസ് മൂലമാണോ, അല്ലെങ്കിൽ ഈ ബ്രെയിനിൽ ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരിക്കുന്ന ഒരു ഡിഫോൾട്ട് ആയിട്ടാണോ ഇത് അയാളെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഈ ഒരു ടെമ്പറമെന്റ് ഡയമെൻഷൻ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. അപ്പോ ഈ ഒരു ചൈൽഡ്ഹുഡിലെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഒരു ബിൽഡ് ചെയ്യപ്പെട്ടിട്ട് ഒരു ഫോർമുലേഷൻ ആണ് ഈ ഒരു OCD സ്കീമയിൽ കൂടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ അസസ്മെന്റ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കേസ് ഫോർമുലേഷൻ ചെയ്യുന്ന സമയത്ത്, സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു രീതിയാണ് ടെമ്പറമെന്റ് ഡയമെൻഷൻ. ഇതിൽ പ്രധാനമായിട്ടും ലേബൽ ആൻഡ് നോൺ റിയാക്റ്റീവ്. അവിടെ അയാൾക്ക് ഈ ഒരു ക്ലയന്റിന് മുമ്പിൽ വരുന്ന സമയത്ത് തോന്നി തുടങ്ങുകയാണ്, അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ ഓൾറെഡി ചിന്ത ഉണ്ട്, പിന്നെ എനിക്ക് വികാരങ്ങൾ, ഒരു ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ ആക്റ്റീവ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ സങ്കടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് പ്രതികരിക്കുന്ന രീതിയിലുള്ള ഒരാളാണെങ്കിൽ, അപ്പോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു ട്രിഗർ വന്നു കഴിഞ്ഞാൽ, ലേബൽ എന്ന് പറയും എന്തെങ്കിലും ഇവന്റിൽ ചെറിയൊരു ട്രിഗർ വന്നു കഴിഞ്ഞാൽ പോലും വലിയൊരു ഇമോഷൻസ് അവസ്ഥയിലേക്ക് അയാൾ പോവുക. പിന്നെ അതേപോലെ നോൺ റിയാക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഇമോഷനിൽ ഇമോഷൻ ഹൈ ആയിട്ട് വന്ന ഇമോഷനിൽ പതിയെ പതിയെ അങ്ങനെ കുറയുക. പെട്ടെന്നൊന്നും ഇമോഷൻസ് കുറയൂല. നമുക്കൊരു സങ്കടം വന്നാൽ ചിലപ്പോൾ ആൾക്കാർ സമാധാനിപ്പിച്ചാൽ ചിലപ്പോൾ ആൾ ഓക്കെ ആവും. അതേസമയത്ത് OCD ഉള്ള ആളുകൾക്ക് എന്താണ്, ചെറിയ വികാരങ്ങൾ ഇമോഷൻസ് വന്നാൽ പോലും അത് തണുത്ത് കിട്ടാൻ ഒരുപാട് സമയമെടുക്കുന്ന ഒരവസ്ഥ OCDന്റെ ആദ്യം ഉള്ള ആളുകൾക്കുള്ള സിംറ്റംസുകളാണ്. അതേപോലെ ഇതെങ്ങനെ, പ്രത്യേകിച്ച് ഫാമിലി കോൺഫ്ലിക്റ്റ് കേസുകളിലൊക്കെ നമുക്ക് ചിലപ്പോൾ പല പ്രശ്നങ്ങളായിട്ട് അവർ നമ്മുടെ അടുത്ത് വരുന്ന സമയത്ത്, ഏതെങ്കിലും ഇവർക്ക് പാർട്ട്ണർ, ഏതെങ്കിലും വൈഫിനോ ഭർത്താവിനോ ആർക്കെങ്കിലും OCD ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു വരെ പ്രശ്നങ്ങൾ കൂടുതലാവും. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴായിട്ടും പല കേസുകളും OCD സിംറ്റംസുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എവിടെ നോക്കുക, ഈ ഒരു വികാരങ്ങൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, എന്തേ പ്രശ്നം ഉണ്ടായി അയാൾക്ക് അത് മനസ്സിലാകുന്നില്ല, അത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ആ രീതിയിൽ. ഇനി ഡൈസ്റ്റമിക് ആൻഡ് ഓപ്റ്റിമിസ്റ്റിക് എന്ന് പറയുമ്പോൾ ആൾക്ക് ഒരു എല്ലാത്തിനെയും നെഗറ്റീവ് ആയിട്ട് കാണുന്ന ഒരവസ്ഥയിൽ കൂടെ,
കാരണം എപ്പോഴും അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്, എനിക്ക് നെഗറ്റീവ് മാത്രമേ സംഭവിക്കാനുള്ളൂ. പിന്നെ അതേപോലെ ഒപ്റ്റിമിസ്റ്റിക് എന്ന ഒരു ഫ്യൂച്ചറിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കൊന്നും ആവശ്യമില്ല, എന്റെ ജീവിതമൊക്കെ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്നുള്ള ഒരു രീതി. പോസിറ്റീവ് അയാൾ ലൈഫിലേക്ക് ആഗ്രഹിക്കുന്നേ ഇല്ല. പിന്നെ അതേപോലെ ആങ്ഷ്യസ്. ആങ്ഷ്യസ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ഈ ഒരു ബേസ് ലൈൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആങ്സൈറ്റി ഉണ്ടാകും, എപ്പോഴും എനിക്കൊരു ആശങ്ക എന്റെ കൂടെ വേണം, അതേപോലെ എന്റെ ജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന്. അതേപോലെ കാം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ഫിസിയോളജിക്കലി ആയിട്ട് ഒരു അറൗസൽ ഉണ്ടാവുന്ന, ശാരീരികമായിട്ട് ഈ ഒരു ആങ്സൈറ്റി കാരണം അയാൾക്ക് ശാരീരികമായിട്ട് ഉണ്ടാവുന്ന ആ ഒരു റിലാക്സേഷൻ, എന്ത് ചെയ്താലും അയാൾക്ക് ഒരു റിലാക്സേഷൻ കിട്ടാത്ത അവസ്ഥ. എനിക്ക് ശാന്തമാകാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് ചെയ്താൽ ഓക്കെ ആണ് എന്നുള്ള ചിന്തയിൽ ഒരിക്കലും അയാൾ പോവില്ല. ആങ്ഷ്യസ് മാത്രം, അത് ചിന്തയിൽ മാത്രം. ബോഡിയിൽ ചിലപ്പോൾ ഫിസിയോളജിക്കലി ആയിട്ട് നമുക്ക് കണ്ടു കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ അടുത്തതൊന്ന് ഒബ്സസീവ് ആൻഡ് ഡിസ്ട്രാക്റ്റിബിൾ. ഇവിടെ ഒബ്സസീവ് എന്ന് പറയുമ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ പോലെയുള്ള ചിന്തകൾ അവിടെ വന്നു കഴിഞ്ഞാൽ, കാര്യങ്ങൾ ചെറിയ ലളിതമായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ട് കാണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുള്ളതാണെങ്കിലും അയാൾക്ക് അത് അത് വിട്ടുകളയാനുള്ള ഒരു കഴിവ് അയാൾക്ക് ഉണ്ടാവില്ല. അയാൾക്ക് ഇന്നത് എന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നു, അതുകൊണ്ട് ഞാൻ മോശക്കാരനാണ്, എനിക്ക് ഇന്നൊരു അസുഖം വരാൻ സാധ്യത കാരണം ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഡിസ്ട്രാക്റ്റബിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിനെ കൂടുതൽ അയാൾ ഡിപ്പെൻഡ് ചെയ്ത് പോയി. ഈ ഒരു ചിന്ത ഒബ്സസീവ് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥയിൽ കൂടി. അപ്പോ ഒബ്സഷൻ വരുന്നു, കമ്പൽഷനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ബാക്കി അതിന്റെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പോകുന്നത്. ഇനി പാസീവ് ആൻഡ് അഗ്രസീവ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു മാക്സിമം ഒരു കോൺഫ്ലിക്റ്റുകൾ ഒഴിവാക്കും. ഞാൻ കാരണം ഒരു പ്രശ്നം എവിടെ ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഗ്യാസ് കൂട്ടിയിട്ടുണ്ടോ ചെക്ക് ചെയ്തിട്ട് ഇനി എന്താണ് സംഭവിച്ചത്, ഞാൻ കാരണമായിട്ട് വീട്ടിലൊരു വലിയ അപകടം ഉണ്ടാവാൻ സാധ്യത, ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ചിന്തകളും കാര്യങ്ങളും. അപ്പൊ അഗ്രഷൻ എന്ന് പറയും, ഇത് കാരണം എന്താണ്, അയാൾക്ക് ഈ ഒരു ചിന്ത എന്ത് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് മറ്റുള്ള ആളുകൾ തുറന്നു പറയാൻ ഒരു മടി ഉണ്ടാവും. അപ്പൊ മടി ഉള്ളത് കൊണ്ട് അയാൾ റിപ്പീറ്റഡ് ആയിട്ട് അത് കാര്യങ്ങൾ എപ്പോഴും പോയി ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇറിറ്റബിൾ ആൻഡ് ചെയർഫുൾ. എപ്പോഴും അയാളുടെ അവസ്ഥ എന്താണ്, ഒരു ദേഷ്യം പിടിച്ച പോലെ, അല്ലെങ്കിൽ ഒരു ഒരു സമാധാനം ഇല്ലാത്തൊരു ലൈഫ്. ഒന്നും ചെയർഫുൾ എന്ന് പറയുമ്പോൾ ഒന്നും ആഘോഷിക്കാനോ ഒന്നും സന്തോഷിക്കാനോ ഒന്നും പറ്റാത്ത ഒരു അവസ്ഥയിൽ കൂടെ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക്. പിന്നെ ഷൈ ആൻഡ് സോഷ്യബിൾ. മറ്റുള്ളവർക്ക് എന്താണ്, മറ്റുള്ള ആളുകളെ മുമ്പിലേക്ക് ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ അന്ന് പോയി കഴിഞ്ഞാൽ അവരെന്ത്, എന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുക എന്നുള്ള എപ്പോഴും അവരുടെ ചിന്തകളിൽ പോകും. ഒരു ഒളിച്ചു നടക്കുന്ന ഒരു പ്രവണത, ആളുകളെ മുമ്പിലേക്ക് ഒന്ന് പോവാനുള്ള ഒരു പ്രവണത ഉണ്ടാവും. അതേപോലെ ആളുകൾ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പ്രശ്നങ്ങൾ ഉണ്ടാവും. സോഷ്യബിൾ ആളുകൾ ഇടപഴകാനുള്ള കഴിവുകൾ, ഇതൊന്നും അവർക്ക്, ഇങ്ങനത്തെ ആളുകൾ മനഃപൂർവ്വമായിട്ടൊന്ന് മാറ്റി വെക്കാനുള്ള ഒരു അവസ്ഥ. കാരണം ഈ ടെമ്പറമെന്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത് ഒരു രോഗത്തിന്റെ കാരണമല്ല. പക്ഷെ ഇത് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു OCDന്റെ അപകട സാധ്യതകൾ വർദ്ധിക്കും. വളരെയധികം ഡേഞ്ചറസ് സോണിലേക്ക് ഇതൊക്കെ ഉള്ളത് കൊണ്ട് പോവാനുള്ള സാധ്യതകളുണ്ട്. ഇതാണ് ഒരു ടെമ്പറമെന്റ് ഡയമെൻഷൻ എന്നത്. അപ്പൊ നമുക്കൊരു OCD ക്ലയന്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു സ്കീമയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം അതിന് ഒരു ഐഡിയ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അയാൾക്ക് ഏത് തരത്തിലുള്ള OCD ആണ് ഉള്ളത്, ഏതൊക്കെ രീതിയിലാണ് ഇപ്പൊ അയാൾ കടന്നു പോകുന്നത് എന്ന്. ഇനി അടുത്തത് നമുക്ക് ഒരു അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു ബ്രെയിനിന്റെ ഒരു പാർട്ടാണ്. അപ്പോ നമുക്ക് ഈ ഒരു OCD ഉള്ള ആളുകൾക്ക് സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് തന്നെ നമുക്ക് ഒരു ബ്രെയിന് ഒരു ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു ബ്രെയിനുമായിട്ടുള്ള സംഭവിക്കുന്ന വികാസങ്ങളാണ്. അപ്പോ ഈ ഒരു അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു ബ്രെയിൻ സിസ്റ്റം ആണ് ഈ ഒരു OCD ഹൈ ഡേഞ്ചറസ് സോണിലേക്കാക്കി മാറ്റുന്നത്. അപ്പോ ഈ ഒരു അമിഗ്ഡാലയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അൺകോൺഷ്യസ് പ്രോസസ്സിംഗ് ആണ്. കാരണം ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ആ ചിന്തനെ തീരുമാനിക്കാനുള്ള, അല്ലെങ്കിൽ എന്തിനാണ് എന്നെ ഈ ചിന്ത വന്നത് എന്ന് അതിനെപ്പറ്റി ആലോചിക്കാതെ, അല്ലെങ്കിൽ എനിക്ക് ചിന്ത വന്നത് നല്ലതാണോ, ചീത്തയാണോ എന്ന് പോലും ചിന്തിക്കാതെ അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക, ചിന്തനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് അമിഗ്ഡാല എന്ന് പറയുന്നത്. കാരണം ചിന്ത വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും മോശക്കാരനാണ്, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തു പോകുന്നു, അതൊരു ഉറച്ചു വിശ്വസിക്കുക, ആ ബ്രെയിൻ പാർട്ടിൽ അവിടെ ഫിക്സ് ചെയ്യും. പിന്നെ അതേപോലെ സ്പീഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു അമിഗ്ഡാല തൽക്കാലം ഈ ഒരു ചിന്ത വിട്ടുകൊടുത്താൽ മാത്രമേ എന്താണ് മറ്റൊരു പാർട്ടിലേക്ക്, എന്താണ് കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പാർട്ടിലേക്ക് എത്തും. ആ കോർട്ടെക്സിലേക്ക് എത്തുമ്പോഴാണ് നമ്മുടെ ഹോർമോൺസിലേക്ക് മറ്റൊരു പാർട്ടിലേക്ക് ഒന്ന് റിലീസ് ആവുക. പക്ഷെ ഈ ഒരു കോർട്ടെക്സിലേക്ക് തന്റെ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യാതെ ആളെന്ത് ചെയ്യും, അവിടെ തന്നെ പിടിച്ചു നിർത്തിയിട്ട് ഇത് എനിക്കറിയാം,
എനിക്ക് ഇതൊക്കെ ഇതൊക്കെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാനിതിനെ ഈ ഒരു ചിന്തയെ കൂടുതലായിട്ട് പ്രോസസ്സ് ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തേ പറ്റൂ എന്നുള്ളത് കൊണ്ട് തന്നെ കോർട്ടക്സിലേക്ക് അത് വിടാതിരിക്കും. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോമാറ്റിക് റെസ്പോൺസ് എന്തായിരിക്കും അവിടെ സംഭവിക്കുക? ആ അമിഗ്ഡാല ഈ ഒരു ചിന്തകളുമായി ആക്റ്റീവ് ആക്കുന്ന സമയത്ത് അയാൾക്ക് ഫിസിയോളജിക്കലി ആയിട്ട് ചെറിയ ചെറിയ സിംറ്റംസുകൾ കണ്ടു. ഹേർട്ട് റേറ്റ് ആവാം, അല്ലെങ്കിൽ കാല് തളർന്നു പോകുന്നതായിട്ട് തോന്നും, ചിലപ്പോൾ കൈവിറയൽ ഉണ്ടാവും. ഇങ്ങനെ OCD സിംറ്റം, അത് കാരണം അയാൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ആ കമ്പൽഷനിലേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം തോന്നുന്ന സമയത്ത് പ്രമനൻസ് ഓഫ് ഇമോഷണൽ മെമ്മറീസ് എന്ന് പറയുന്ന സമയത്ത് അയാൾക്ക് കഴിഞ്ഞു പോയിട്ടുള്ള പല ഇമോഷൻസും മെമ്മറീസുകളും വളരെയധികം ശക്തമായിട്ട് തന്നെ അമിഗ്ഡാല അത് പ്രോസസ് ചെയ്യും. അമിഗ്ഡാല എന്താ ചെയ്യുക? ഏത് ശക്തമായിട്ടുള്ള മെമ്മറീസിനെ കൊണ്ടുവരിക? കുട്ടിക്കാലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പല സ്കീമുകളും അയാൾ എന്താണ് അനുഭവിച്ചിട്ടുള്ളത് അത് നല്ല പതിയെ അത് പ്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കും അമിഗ്ഡാലയ്ക്ക്. ഈ കോർട്ടക്സിലേക്കോ മറ്റു ഹോർമോണിലേക്കോ ഒന്നും വിട്ടുകൊടുക്കാതെ അവിടെ തന്നെ കൊടുക്കും. ഇപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ പുവർ ഡിസ്ക്രിമിനേഷൻ, ഇതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ആ ഒരു സ്വഭാവം തിരിച്ചറിയാനുള്ള പ്രയാസോ, അല്ലെങ്കിൽ ആ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് എന്റെ ജീവിതം എങ്ങനെയൊക്കെയാണ് എന്ന് പോലും തിരിച്ചറിയാതെ അമിഗ്ഡാല അവിടെ പിടിച്ചതിന് ശേഷം അയാൾ ഫൈനലി എന്താണ് ഈ ഒരു OCD സിംറ്റംസ് ആയിട്ട് പൂർണ്ണമായിട്ടും ഹൈ ആങ്സൈറ്റി പോലെ തന്നെ ആ ഒരാളെ ജീവന് പോലും ഭീഷണിയാവുന്ന രീതിയിൽ അവിടെ പിടിച്ചു നിൽക്കും ഈ ഒരു OCD സിംറ്റംസുകൾ. ഇങ്ങനെയാണ് അമിഗ്ഡാലയിലെ അയാളെ ബ്രെയിൻ സിസ്റ്റം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഒരുപാട് ബ്രെയിനിന്റെ പാർട്ടുകൾ ഉണ്ട്. അതിൽ പലർക്കും പല ഉത്തരവാദിത്ത റെസ്പോൺസിബിലിറ്റി ഉള്ളതാണ്, പല കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതാണ്. പക്ഷെ ഇതിലൊന്നും ഈ സാധനം വിട്ടുകൊടുക്കില്ല. അപ്പൊ ചിന്തകളെ മാത്രം പ്രയോറിറ്റി കൊടുത്ത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ആണ് അമിഗ്ഡാല എന്ന് പറയുന്നത്. അപ്പൊ അതിന് കറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും വ്യക്തമായിട്ട് അതിനെ ചിന്തകൾ വിട്ട് സപ്രസ് ചെയ്യാതെ അതിനെ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അതിന് റിലാക്സേഷൻ ഉണ്ടാവൂ. അപ്പോ ഇതാണ് ഏകദേശം ഒരു സിംറ്റംസുമായിട്ടും അതിന്റെ പ്രധാനപ്പെട്ട ഈ ഒരു ആക്റ്റീവ് ആവുന്ന കാര്യമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതില് ഇതിന്റെ കുറച്ച് ഇംപ്ലിക്കേഷൻസ്, അതായത് ഇതിൽ പ്രധാനമായിട്ട് ചില നടക്കുന്ന ഒരു സ്കീമയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഒന്ന് നമ്മൾ പ്രധാനമായിട്ട് കണ്ടെത്തണം, ഈ ഇങ്ങനെ OCD ഉള്ള ആളുകൾക്ക് അവരെ മാലഡാപ്റ്റീവ് ആയിട്ടുള്ള വിശ്വാസങ്ങൾ, സ്കീമുകൾ നമ്മൾ തിരിച്ചറിയുക. അപ്പൊ അതിൽ സ്കീമുകൾ തിരിച്ചറിയാൻ ഏറ്റവും വലിയ സിംറ്റംസ് ആയിരിക്കും ഒന്ന് അവോയ്ഡൻസ് ആയിരിക്കും. കാരണം എല്ലാ പ്രവർത്തനം മാറി നടക്കുന്ന ആളുകളായിരിക്കും. അതാണ് നമ്മൾ ആദ്യം ഒന്ന് കണ്ടെത്തേണ്ടത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള അവർക്ക് വ്യക്തമായിട്ടുള്ള ആ ഒരു അവയർനെസ് നമുക്ക് ഇതിനെക്കുറിച്ച് സൈക്കോ എഡ്യൂക്കേഷനിലൂടെ അവർക്ക് കൊടുക്കുക. പിന്നെ അതേപോലെ അവർക്ക് വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ചിന്തയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ അവർക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് നമ്മൾ അവർക്ക് ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണകൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോ ഈ ഒരു പാറ്റേൺ എങ്ങനെയായിരിക്കും പോവുക? ഈ ഒരു OCDന്റെ ആ ഒരു ആദ്യം ഇൻട്രൂസീവ് ആയിട്ടുള്ള ചിന്തകൾ വരും. ആ ചിന്തകൾ കാരണം അയാൾക്ക് ആങ്ഷ്യസ് ആവും. ആങ്ഷ്യസിന് പകരം ഒരു കമ്പൽഷൻ നടക്കും. ഇതാണ് OCD പ്രോസസ്സിംഗ് ഉണ്ടാവുക. അപ്പോൾ ഇത് നല്ല സ്കീമയിലേക്ക് വരുന്ന സമയത്ത് ആദ്യം ഒരു തോട്ട് വരും. ആ തോട്ട് കാരണം ഇമോഷൻസിനാണ് ആദ്യം ബാധിക്കുക. ഇമോഷന് ഗിൽട്ടോ ഷെയിമോ ഏത് തരത്തിലുള്ള ഇമോഷൻസും അയാൾക്ക് ആ സമയത്ത് ഉണ്ടാവും. അതിനുശേഷം ഫിസിക്കൽ സെൻസേഷനിലൊക്കെ എന്താ ഡയറക്റ്റ് ആയിട്ട് അയാൾക്ക്, കാരണം ഹെഡ് റേറ്റ് കൂടും, മസിലിന്റെ പ്രയാസങ്ങൾ ഉണ്ടാവും, സൊമാറ്റിക് പെയിനുകൾ ഉണ്ടാവും. അതൊക്കെ ഫിസിക്കലി ആയിട്ടുണ്ടാവും. അതിനുശേഷം നേരെ എന്താ ബിഹേവിയർ ഉണ്ടാവുക? വീണ്ടും വീണ്ടും ചെക്ക് ചെയ്യണമെന്ന് തോന്നും. അതേപോലെ റീഅഷുറൻസ് ഉണ്ടാവും, അതേപോലെ അവോയ്ഡൻസ് ഉണ്ടാവും. അങ്ങനെ പല പ്രവർത്തനങ്ങളും അവിടെ നടക്കാനുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ ചെക്ക് ആ ഇമോഷൻ സ്റ്റേജ് ആണ്. മാൽ അഡാപ്റ്റീവ് ഇമോഷൻ സിസ്റ്റം അയാൾക്ക് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അയാളെ ഇമോഷൻസിലേക്ക് ഇത്രയും വന്നിട്ടുള്ളത്, ഏത് സ്കീമ മോഡാണ് ഇപ്പൊ അയാളെ ബ്രെയിനിൽ കിടക്കുന്നത്, അത് നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷമായിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. അവിടെ നമ്മൾ ഓർക്കണം, പതിയെ പോലെ അമിഗ്ഡാലയിൽ നമ്മൾ നമ്മുടെ അയാളുടെ മനസ്സിൽ വരുന്ന തീരുമാനങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞിട്ട് ആ ഓട്ടോമാറ്റിക് റിയാക്ഷൻ, അവിടെ വരുന്ന ചിന്തകൾക്ക് അയാളോട് പറയുക, ഒന്ന് പ്രതികരിക്കാതിരിക്കുക. നമ്മൾ കമ്പൽഷൻ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ OCDക്ക് കൊടുക്കാനുള്ളത്. കാരണം ഇന്നത് ചെയ്യണം എന്ന് വെച്ചിട്ട് പറഞ്ഞാൽ അവിടെ പിടിച്ചു നിർത്തുക, നിങ്ങൾ അത് ചെയ്യാൻ പോകാൻ പാടില്ല എന്നുള്ളത്. അതേപോലെ നല്ലൊരു കോപ്പിംഗ് മോഡ്സ് ഇതിന്റെ കൂടെ തന്നെ ഉണ്ടാക്കണം. കാരണം ഇന്നത് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ അപ്പോഴും കൈ കഴുകണം വന്നു കഴിഞ്ഞാൽ ആ കൈ കഴുകുന്നതിന് പകരം അവിടെ കമ്പൽഷൻ പിടിച്ചു നിർത്തിയിട്ട് മറ്റൊരു പ്രവർത്തനത്തിലേക്ക് അയാളെ മാറ്റുന്ന രീതിയിൽ. പിന്നെ അതേപോലെ ഇമോഷൻസ്, നമുക്ക് ഈ ഒരു തെറാപ്പിയിലൂടെ അവരെ ഇമോഷൻസ് മെച്ചപ്പെടുത്തി കൊടുക്കണം. എല്ലാ വികാര ചിന്തകളും വൈകാരിക ബുദ്ധിമുട്ടുകളും ഒന്ന് മനസ്സിലാക്കി ആളെ മുന്നോട്ട് പോകണം. അതേപോലെ നമ്മൾ എക്സ്പോഷർ തെറാപ്പി ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിന്റെ ഒരു പ്രധാനമായിട്ട് സ്കീമയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഇനി നമുക്ക്
ഇതിന്റെ കൂടെ തന്നെ ഒരു ന്യൂറോ ബയോളജിക്കൽ ഇമ്പാക്റ്റ് കൂടെ ഉണ്ട്. അപ്പൊ ന്യൂറോ ബയോളജിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് അമിഗ്ഡാലിന്റെ മറ്റൊരു വശം കൂടിയാണ്. അത് ഹോർമോണിനെയൊക്കെ എങ്ങനെ ബാധിക്കും, ഏതൊക്കെ രീതിയിലാണ്. അപ്പോൾ ഈ ഒരു അമിഗ്ഡാലിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചില എഫക്റ്റീവ് ആയിട്ട് രീതി പോകുന്ന സമയത്ത് കോർട്ടിസോൾ ലെവൽസ് സെൽസുകളെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് ഒരു നിസാരമായിട്ടൊരു ആങ്സൈറ്റി ആയിട്ട് തുടക്കത്തിൽ ഉണ്ടാവുക. അപ്പോൾ അതിന്റെ ചിലപ്പോൾ ഈ ഒരു കോർട്ടിസോൾ ചിലപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല നിലവാരം കൂടി അങ്ങനെ അങ്ങനെ ലെവലിൽ അങ്ങോട്ട് പോകും. അതേ സമയത്ത് പിന്നെ മറ്റൊരു തരത്തിൽ നമ്മുടെ ഈ ഒരു അഡ്രിനാലിൻ അല്ലെങ്കിൽ നോൺ അഡ്രിനാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡോപ്പൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോണുകളൊക്കെ ഉണ്ടല്ലോ, അവിടേക്ക് എന്ന സമയത്താണ് ഈ പറഞ്ഞിട്ടുള്ള ഹൈ ആങ്സൈറ്റി വരും. ഈ ഡോപ്പമൈൻ നമുക്ക് എപ്പോഴും ഹാപ്പിനെസ്സും നമ്മുടെ ആക്ടിവിറ്റി ആയിട്ടുള്ള എനർജി തരുന്ന സാധനങ്ങൾ. പക്ഷെ ഈ ഒരു സമയത്ത് ആങ്സൈറ്റി ഈ ഒരു അമിഗ്ഡാലയിൽ പിടിച്ച് നമുക്ക് ചെറിയൊരു നെർവസ് ആയിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അത് ഡോപ്പമൈൻ അങ്ങോട്ട് സ്വീകരിക്കും. ഈ ഒരു സ്വീകരിക്കുന്ന സമയത്താണ് ഈ ഒരു സെറാട്ടോൺ എന്ത് ചെയ്യും, ഇതിനെ വലിയൊരു സിഗ്നൽ ആയിട്ട് ഏറ്റെടുത്തിട്ട് അതൊരു അൾട്ടർനേറ്റ് തോട്ടായിട്ട് അൾട്ടർനേറ്റ് പ്രവർത്തനമായിട്ട് അതിന്റെ മൂഡിലേക്ക് മാറ്റും. ഈ മൂഡ് കാരണം എന്ത് ചെയ്യും, അവിടെ അയാൾക്ക് ഈ പറഞ്ഞതുപോലെ പല പ്രശ്നം കോർട്ടിസോള് കോർട്ടെക്സ് എന്ന് പറഞ്ഞ പാർട്ടൊക്കെ ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് സാധാരണ ന്യൂറോ ബയോളജിക്കൽ ഒരു ഇമ്പാക്ട് ഉണ്ടാവുക. അപ്പോൾ ഒരു OCD ഒരു ആങ്സൈറ്റി എന്ന് പറയും നമ്മൾ ഓവറോൾ മനസ്സിലാക്കേണ്ടത്, ക്ലയന്റിന് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത് ഒരു ബ്രെയിൻ പ്രോസസ്സിംഗ് ആണ്. ആ ബ്രെയിനിൽ ഉണ്ടാവുന്ന ചില രാസപ്രവർത്തനങ്ങളുടെ വ്യതിയാനം മൂലമാണ് നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ ആ ബ്രെയിനിൽ വരുന്ന ചിന്തകളെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും മാറ്റിയെടുക്കാം എന്നതാണ് നമുക്ക് ഇതിലൂടെ അവർക്കൊരു സൈക്കോ എഡ്യൂക്കേഷനിൽ കൊടുക്കേണ്ടത്. പിന്നെ അവർക്ക് ഇതിൽ ഒപ്പിയോയിഡ് സിസ്റ്റം ഫങ്ഷനിങ് ഉണ്ട്. ഇതൊക്കെ ഈ ഒരു ബ്രെയിനിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒക്കെ ചിലപ്പോൾ അവർക്ക് പറയുന്ന സിംറ്റംസുകൾ എന്തൊക്കെയായിരിക്കും, എപ്പോഴും സ്ട്രെസ് ലെവലാണ്, പെയിൻ ആണ്, ഇതൊക്കെയാണ് അവർ പറയുക. പക്ഷെ അത് അവരെ തോട്ട് മാത്രമാണ്. അതിനെന്തെങ്കിലും മെഡിക്കേഷൻ വേണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരും ഇതിന്റെ കൂടെ തന്നെ, ആ പെയിൻ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനമായിട്ട് ഇതിന്റെ ആ ഒരു ട്രീറ്റ്മെന്റ് തുടങ്ങുക. ഇനി നമുക്ക് ഇതാണ് ഇതിന്റെ ഒരു സ്കീമ മോഡൽ എന്ന് പറയുന്നത്. സ്കീമ മോഡൽ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്താണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക, ഒരു സ്കീമ ട്രിഗർ. അപ്പോൾ ആ സ്കീമ ട്രിഗർ എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആ ഒരു വൾണറബിൾ ചൈൽഡ് മോഡോ ആംഗ്രി ചൈൽഡ് മോഡോ എന്താണ് അയാൾ അനുഭവിച്ചിട്ടുള്ളത്, അതിൽ നിന്നും അയാൾ എന്ത് ചെയ്യും, പതിയെ പതിയെ ആ ഒരു പിന്നെ ഇതിനെ റിലേറ്റഡ് ആയിട്ട് വരും. ഞാൻ ഡേഞ്ചറസ് ആണോ, അല്ലെങ്കിൽ ഞാൻ സേഫ് ആണോ, ഞാൻ എല്ലാം ഓക്കെ ആയിരിക്കണം, നല്ല കുട്ടിയായാൽ, അല്ലെങ്കിൽ എന്റെ മനസ്സ് ഞാൻ ഇന്ന രീതിയിൽ പെർഫെക്റ്റ് ആയാൽ മാത്രമേ എന്റെ കാര്യങ്ങളൊക്കെ നടക്കൂ എന്നുള്ളത്. ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളിലെ കൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യും, ക്രിറ്റിക് മോഡ്സ്, പൊനിറ്റീവ് ഡിമാൻഡ്, ഇതിൽ ഏതെങ്കിലും അയാൾ സ്വയമായിട്ട് തിരഞ്ഞെടുക്കും. ഞാൻ ഇങ്ങനെ ആവണം, അല്ലെങ്കിൽ ഇന്നതായി കഴിഞ്ഞാൽ ആളുകൾ എന്നെ അംഗീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അവിടെ അതിന് നേരെ ശേഷം കോപ്പിംഗ് മോഡ് സറണ്ടർ എന്ന വാർത്തക്ക് എത്തുന്ന സമയത്ത് അയാൾ ഈ ഒരു ചിന്ത വന്നത് റിയലി ഡേഞ്ചറസ് തന്നെ. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് അമിഗ്ഡാലയും കോർട്ടെക്സിന്റെയും കോർട്ടിസോളിന്റെ ഒക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെയാണ്, അൺസേഫ് ആണ്, എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളത്. അതിനുശേഷം അയാൾ എന്ത് ചെയ്യും, കോപ്പിംഗ് മോഡിനൊന്നും ചേഞ്ച് ചെയ്യും, ഓവർ കോമ്പൻസേഷൻ ആവും. അവിടെ എക്സസീവ് ആയിട്ടുള്ള ചെക്കിങ് ചെയ്യും. അതേപോലെ റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. മെന്റൽ റിച്വൽസുകൾ ഉണ്ടാവും. പിന്നെ അതേപോലെ മോണിറ്ററിങ് തോട്ടുകൾ ഉണ്ടാവും. പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും. ഫൈനലി എന്ത് ചെയ്യും, കോപ്പിംഗ് മോഡ് എന്ന് പറയുന്നത് അയാൾ സ്ഥിരമായിട്ടൊരു കോപ്പിംഗ് മോഡ് ഉപയോഗിക്കും, അവോയ്ഡൻസി എന്ന് പറയുന്നത്. ഈ അവോയ്ഡൻസ് ഉപയോഗിക്കുന്നത് മൂലം അയാളുടെ ജീവിതത്തിൽ OCD എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാരക രോഗം അയാളെ പൂർണ്ണമായിട്ടും ബാധിക്കും. അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ ആ ഒരു സ്കീമ മോഡൽ വരുന്നത്. പക്ഷെ നമുക്കിതിൽ ഫൈനലാക്കി എടുത്ത ഹെൽത്തി ആൻഡ് ഹാപ്പി ചൈൽഡ് ആണ്. ആ ഒരു മോഡലിൽ നിന്നാണ് കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, ഏറ്റവും ആഗ്രഹിച്ചിട്ടുള്ള ആ നിമിഷങ്ങളെ നമ്മൾ ഓർത്തെടുത്തിട്ടാണ്, ആ ഇമാജിനേഷൻ ചെയ്തിട്ടാണ് അവരെ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇനി നമുക്ക് ഒരു സ്കീമ അസസ്മെന്റ്. ഈ അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് 2 ഫേസിലായിട്ടാണ് ഇന്ന് പോവുക. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് ഒന്ന് പിന്നെ എഡ്യൂക്കേഷൻ ആണ്. നല്ല രീതിയിൽ പിന്നെ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുക. അതേപോലെ പിന്നെ സ്കീമ അവരെ പൂർണ്ണമായിട്ട് ലൈഫ് ഹിസ്റ്ററി എടുക്കുക. കുട്ടിക്കാലം മുതൽ ഇതുവരെ ജീവിച്ചിട്ടുള്ള എല്ലാ അവസ്ഥയിലേക്ക് കൊടുക്കുക. ഡെവലപ്മെന്റ് സ്റ്റേജുകൾ എടുക്കുക, IQ ടെസ്റ്റുകൾ എടുക്കുക, അത് ഡെവലപ്മെന്റ് ടെസ്റ്റുകൾ എടുക്കുക. എല്ലാത്തിന്റെയും പൂർണ്ണമായിട്ടൊരു ഹിസ്റ്ററി തന്നെ എടുത്തിട്ട് സ്കീമ ക്വസ്റ്റ്യനർ ഉപയോഗിക്കും. നമ്മൾ YSQ ഉണ്ട്, YSQ ആണ് സാധാരണ ഇതിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ YSQ ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ അതിൽ ഏകദേശം 10 ക്വസ്റ്റ്യൻസ് ആണ്. 5 ക്വസ്റ്റ്യൻസ് ഒബ്സഷനും 5 ക്വസ്റ്റ്യൻ കമ്പൽഷനും. ടോട്ടൽ സ്കോർ വരുന്നത് 40 ആണ്. ഏകദേശം രണ്ടും കൂടി നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 25ന്റെ മുകളിലൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഹൈ ആയിട്ടുള്ള ഇതിന്റെ ഒരു സിവിയർ ആയിട്ടുള്ള OCD കൂടെ
കടന്നു പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു അസൈൻമെന്റുകൾ അല്ലെങ്കിൽ ഈ ഒരു അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് ഓരോ സെഷന് വരുന്ന സമയത്ത് നമ്മൾ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടേയിരിക്കണം. ഈ ഒരു ടൂൾസ് വെച്ച് തന്നെ കുറഞ്ഞിട്ടുണ്ടോ കൂടിയിട്ടുണ്ടോ എന്നുള്ളത്. പിന്നെ ആ ഒരു ഇതിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ആ ഒരു ഫേസ് തന്നെ ഇമേജറി എക്സസൈസുകളാണ് നമ്മൾ കൊടുക്കുക. ഉള്ളിൽ കിടക്കുന്ന അതേപോലെ അവരെ ഈ ഒരു സ്കീമുകൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പല സ്കീമുകളും അവർക്ക് കുട്ടിക്കാലത്ത് പല വിശ്വാസങ്ങളും പതിയെ പതിയെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കാൻ നമ്മൾ ഇമേജറി എക്സസൈസുകൾ കൊടുക്കും. പല ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട്. അപ്പൊ ഇതാണ് ഒരു ഫസ്റ്റ് ഫേസ്. ഇനിയിപ്പോ സെക്കൻഡ് ഫേസിൽ നമ്മൾ വരുന്ന സമയത്ത് പൂർണ്ണമായിട്ട് ട്രീറ്റ്മെന്റ് അവിടെ ആണ് നോക്കുക. കൊഗ്നിറ്റീവ് പരമായിട്ടും എക്സ്പെരിമെന്റൽ ആയിട്ടും ബിഹേവിയർ പരമായിട്ടും പല ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് അവരുടെ ആ ഒരു നിലവിൽ ഉദിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ മാറ്റിയെടുക്കുക. അപ്പോ അപ്പൊ ഇതിൽ ഈ ഒരു അർത്ഥത്തിലാണ് നമ്മൾ പോവുക. ഒന്ന് YSQ ഉപയോഗിക്കുക, അതേ ക്വസ്റ്റ്യനർ ആയിട്ട്. അതേപോലെ അതിന്റെ ആ ഓബ്സഷൻ എന്താണ് അത് പിന്നെ സ്കീം ആക്ടിവേഷൻ, പിന്നെ അത് കമ്പൽഷൻ ഏതൊക്കെയാ രീതിയിലാണ് വന്നത്. ഇനി നമുക്ക് ട്രീറ്റ്മെന്റിലേക്ക് പോകുന്ന സമയത്ത് ആദ്യം കൊഗ്നിറ്റീവ് സ്ട്രാറ്റജീസ് ആണ്. അവരുടെ ചിന്തകളിലേക്കാണ് നമ്മൾ ആദ്യം പോകേണ്ടത്. അപ്പൊ ചിന്തകളിൽ പോകുന്ന സമയത്ത് പ്രധാനമായിട്ടും ഇവിടെ അവരുടെ മനസ്സിൽ പുണിറ്റീവ് ആണോ ഡിമാൻഡിങ് ആണോ എന്നുള്ളത് അവരുടെ വിശ്വാസങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യുക. നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് നിങ്ങളുടെ കുട്ടിക്കാലം മുതൽ അല്ലെങ്കിൽ ഈ ഒരു OCD വിശ്വാസങ്ങളെ നിങ്ങൾ ഇങ്ങനെയാണ് കാണുന്നത്, അല്ലെങ്കിൽ നിലവിൽ എന്താണ് ഇതിനെ കാണുക. അപ്പോൾ അയാൾ പറയാണ്, ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് കൊണ്ട് ഞാൻ വളരെയധികം മോശക്കാരനാണ്, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ശരിയാവണമെങ്കിൽ എല്ലാ കാര്യം ഞാൻ 100% ഓക്കെ ആവണം. ഈ ഒരു ബിലീഫ് സിസ്റ്റത്തിനെ നമ്മൾ ചലഞ്ച് ചെയ്യണം. അതായത് ഈ ഒരു വിശ്വാസം നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് വന്നിട്ടുള്ളത്, ഏത് അടിസ്ഥാനത്തിൽ ആരോ പറഞ്ഞു തന്നതാണോ, അല്ലെങ്കിൽ കുട്ടിക്കാലം മുതലേ നിങ്ങൾക്കുണ്ടോ, ആ പൂർണ്ണമായിട്ടും അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കണ്ടെത്താൻ കഴിയും ഈ ഒരു ഏതൊരു മോഡാണ് അയാൾക്കുള്ളത്. അതിനുശേഷം ആ ഒരു ഇൻട്രൂസീവ് തോട്ടിനെ നമ്മൾ റീഫ്രെയിം ചെയ്യാണ്. ഇതൊരു അപകടമുള്ള ഒരു തോട്ട് മാത്രമാണ്, ഇതൊരു ഡേഞ്ചറസ് ഉള്ള കാര്യമല്ല, ഇതൊരു ചിന്തകൾ മാത്രമാണ്. ഒരു തോട്ട് വന്നു കഴിഞ്ഞാൽ അത് റിയൽ ഡേഞ്ചർ ആവാനുള്ള സാധ്യതയില്ല. പക്ഷെ നിങ്ങൾ എന്താണ്, ഇത് കുട്ടിക്കാലത്ത് നിങ്ങൾക്ക് പഠിച്ചിട്ടുള്ള ഒരു ലേണിംഗ് സിസ്റ്റം മാത്രമാണ്. അത് ഒരു ബ്രെയിന് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന ഒരു രീതിയാണ്. അപ്പൊ അതേപോലെ ഈ ഒരു പിന്നെ നമുക്ക് ഇതിനെ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പല വിശ്വാസങ്ങളും അതിനെ എത്രയും റെസ്പോൺസിബിലിറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ പെർഫെക്ഷനിസം നിങ്ങൾക്ക് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ നിലവിൽ ചെയ്യുന്ന ആ ഒരു പിന്നെ കമ്പൽഷൻ ഒന്ന് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചിന്താപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കുറയ്ക്കാൻ പറ്റുമെന്ന്. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും നല്ലൊരു ടൂൾസ് അവിടെ കൊടുക്കുക, ഫ്ലാഷ് കാർഡുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്ന സമയത്ത് ഞാൻ മോശക്കാരനൊന്നുമല്ല, നല്ല ആളാണ്, എന്റെ ചിന്തകൾ തെറ്റാണെങ്കിലും ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യുന്ന ഒരാളല്ല എന്നുള്ള പല രീതിയിലും ഫ്ലാഷ് കാർഡുകൾ എഴുതിയിട്ട് അവർക്ക് പേഴ്സിലോ പോക്കറ്റിലൊക്കെ സൂക്ഷിക്കാൻ പറയും. എപ്പോഴാണ് കമ്പൽഷൻ വരുന്നത് ആ സമയത്തൊക്കെ ഇത് എടുത്ത് നോക്കണം. അപ്പൊ ആ നോക്കുന്ന സമയത്ത് അയാളെ ചിന്ത ഞാൻ പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഈ ഒരു ചിന്ത അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലാഷ് കാർഡുകൾ കൊടുക്കുന്നത്. ഇനിയിപ്പോ അടുത്തത് എക്സ്പെരിയൻഷ്യൽ ടെക്നിക്കുകൾ. ഇവിടെ രണ്ട് തരത്തിലാണ്. ഒന്ന് ഇമാജിനറി സ്ക്രിപ്റ്റിങ്ങും അതേപോലെ ചെയർ ടെക്നിക്കുമാണ്. ഇപ്പൊ ഇമാജിനറി സ്ക്രിപ്റ്റിംഗ് ആണെങ്കിൽ അവർക്ക് കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും സങ്കടങ്ങളോ അൺമെറ്റ് നീഡ്സുകളോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റീക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ അവരോട് പതിയെ ഒന്ന് കണ്ണുകൾ അടയ്ക്കാൻ പറയും. എന്നിട്ട് പറയും, നിങ്ങൾ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എന്താണ് ഓർക്കാൻ നമ്മൾ ഓർത്തെടുത്ത് നിങ്ങളെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അല്ലെങ്കിൽ ആ കൊണ്ടുവന്നാൽ പോരാ, നമ്മളോട് പറയുകയും വേണം. ആ ഒരു തെറാപ്പിസ്റ്റിനോട് അവർ ഷെയർ ചെയ്യണം, ഇന്ന കാര്യമാണ് പിന്നെ എനിക്ക് അനുഭവിച്ചിട്ടുള്ളത്, എനിക്ക് ഇന്ന ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ സമയത്ത് അവർ അനുഭവിച്ചിട്ട ഇമോഷൻസ് എന്തൊക്കെയാണ് നമ്മൾ അവർ പറയുന്നതനുസരിച്ച് തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ഓരോ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടാണ് സംഭവിച്ചത്, നിങ്ങളുടെ പാരന്റ് എന്താണ് നിങ്ങളോട് അന്ന് ചെയ്തിട്ടുള്ളത്, അതേപോലെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പേരന്റ് ഇത് നിങ്ങളോട് ചെയ്തിട്ട് അതിന് എന്തെങ്കിലും റീസൺ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടോ, അല്ല എല്ലാ കുട്ടികളും കിട്ടുന്നത് പോലെയാണോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സ്നേഹം കിട്ടാൻ, എന്തുകൊണ്ടാണ് നിങ്ങളെ കൂടുതലായിട്ട് ഉപദ്രവിച്ചിട്ട്, അല്ലെ പിന്നെ എന്തുകൊണ്ടാണ് എപ്പോഴും അവരെ കൺട്രോളിൽ തന്നെ നിങ്ങൾ വേണം, അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാൻ. ഇതിനുള്ള ആ ഒരു മനസ്സിൽ ഇമേജറി കൊണ്ടുവന്ന ശേഷം ഓരോ ചോദ്യങ്ങളായിട്ട് അവർ കൊടുത്തിട്ട് ഇപ്പൊ ആ പാസ്റ്റും പ്രസന്റും കൂടി നമ്മൾ കമ്പയർ ചെയ്യുക. അപ്പൊ ആ കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ള അതേ സംഭവങ്ങളല്ല ഇപ്പോൾ നടക്കുന്നത്. നിങ്ങളിപ്പോ സേഫ് സോണിലാണ് നിൽക്കുന്നത്, നിങ്ങൾ സപ്പോർട്ടീവ് ആയിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളുടെ കൂടെയുണ്ട്. അതേപോലെ ഈ ഒരു ചിന്തകൾക്ക് ഇത്രയും പ്രയോറിറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യരാണ്. കാരണം OCD ഉള്ള ആളുകൾ ചിന്തകൾ മാത്രമേ വരൂ, അവരൊരിക്കലും പ്രവർത്തനത്തിലേക്ക് പോവാറില്ല. ഇതിലൂടെ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു കഴിഞ്ഞ കാലത്ത് ആ കുട്ടിക്കാലത്തുള്ള ബുദ്ധിമുട്ടുകളെ ഒരു സേഫ് സോണിലേക്ക് മാറ്റുന്ന രീതിയാണ്
ഇമേജറി റീസ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ അടുത്ത ഒന്നാണ് ചെയർ വർക്ക് എന്ന് പറയുന്നത്. ഈ ഒരു ചെയർ വർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ 3 ചെയർ ആണ്. ഇതൊക്കെ ഒരു പ്രാക്ടിക്കലി ആയിട്ട് ചെയ്ത് കാണിച്ചു തരേണ്ടതാണ്. നമുക്ക് ഓൺലൈനിൽ അത്ര പോസിബിൾ അല്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്കൊരു പരീക്ഷണമായിട്ട് ഒരു ഓഫ്ലൈൻ പരിപാടിയൊക്കെ നടത്തിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു 3 ചെയർ എടുക്കും നമ്മൾ തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ 4 ചെയർ ഉണ്ടാവും. അപ്പൊ ഒരു ചെയർ എന്താണ്, ഒരു വൾണറബിൾ ചൈൽഡ് ആണ്, കുട്ടിക്കാലത്ത് അയാൾ ഏറ്റവും മോശമായിട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു ചെയർ ആയിട്ട്. പിന്നെ മറ്റൊന്ന് പുനിറ്റീവ് ഡിമാൻഡിങ് പാരന്റ്, ഒരു പാരന്റിങ് സ്റ്റൈലാണ്, ആ ഒരു പാരന്റിങ് സ്റ്റൈൽ കൊടുക്കും. പിന്നെ മൂന്നാമത്തെ ഒന്നാണ് ഹെൽത്തി അഡൽട്ട്, അപ്പോൾ ഏറ്റവും നല്ല രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ആ ഒരു വൾണറബിൾ ചൈൽഡ് എന്ന് പറയുമ്പോൾ കുട്ടിക്കാലത്ത് അയാൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ് ഒരു ചെയർ എന്ന് പറയുന്നത്. മറ്റൊന്ന് അയാളെ ഉപദ്രവിച്ചിട്ടുള്ള, ആ കുട്ടിയെ ഉപദ്രവിച്ചിട്ടുള്ള ഏത് പാരന്റിങ് സ്റ്റൈലാണ് കിട്ടിയിട്ട് മറ്റൊരു ചെയർ. എന്നിട്ട് ഹെൽത്തി അഡൽട്ട്. അപ്പോൾ ഈ ഹെൽത്തി അഡൽട്ടിലേക്ക് ഇരുന്നിട്ടുള്ള ആ കുട്ടിക്കാലത്തുള്ള ആളോട് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, എന്തുകൊണ്ടാണ് എന്റെ വിശ്വാസങ്ങൾ ഇങ്ങനെ വന്നിട്ടുള്ളത്, ഇന്നർ കോൺഫ്ലിക്റ്റുകൾ നമ്മൾ പതിയെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ആ സമയത്ത് ഇന്ന ബുദ്ധിമുട്ട് വന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്, നിങ്ങളെ പാരന്റിനോട് എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. ഈ ഹെൽത്തി അഡൽറ്റിൽ എത്തിയിട്ടാണ് ഈ 2 പേരോടും, ഈ കുട്ടിയോട് നിങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള സാധനം, എംപ്റ്റി ചെയർ ആണ്, അതിൽ ആളൊന്നും ഉണ്ടാവില്ല, അവരോട് ചോദിക്കുക. എന്നിട്ട് ഓരോ ചോദ്യങ്ങൾ മാറി ചിലപ്പോൾ 20 മിനിറ്റ് ആണ് ടൈം ഉണ്ടാവുക സാധാരണ ഇതിന് കൊടുക്കുക. പക്ഷെ ചിലപ്പോൾ ഇവർക്ക് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുള്ള ഇതിന് നമുക്ക് ആ ഒരു സ്കീമൊക്കെ ഡീപ്പ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒരു കുറെ സമയം എടുത്ത് എന്നൊക്കെ വരും. അപ്പൊ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അവരങ്ങനെ പോയിക്കോട്ടെ. ഇതിലൂടെ എന്ത് ചെയ്യണം, അവരെ ഉള്ളിൽ കിടക്കുന്ന ഇപ്പൊ നിലവിലെ സ്ട്രെങ്ത് മനസ്സിലാക്കിയിട്ട് അത് കുട്ടിക്കാലത്ത് നടന്നിട്ടുള്ളതാണ്, എന്നോട് ആ പാരന്റ് അത് ചെയ്തിട്ടുള്ളത്, ചിലപ്പോൾ നമുക്ക് എന്റെ നന്മക്ക് വേണ്ടി ചെയ്ത് നമുക്ക് ആക്കി കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ പാരന്റ് അവസ്ഥ എങ്ങനെയാണ്, നിങ്ങൾ കൂടെ നല്ല സപ്പോർട്ടീവ് ആണോ എന്നൊക്കെ പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു അനുഭവിച്ച പ്രശ്നങ്ങളെ പുതിയൊരു സേഫ് സോണിലേക്ക് മാറ്റുന്ന അടുത്തൊരു ടൂൾസ് കൂടിയാണ് ഷെയർ വർക്ക്. നമുക്ക് അതിലേക്കിടയ്ക്ക് കുറെ കാര്യങ്ങൾ അവരോട് ചോദിക്കാം, അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, എന്താണ് ആ സമയത്ത് നിങ്ങൾക്ക് എത്ര വയസ്സായിരുന്നു എന്നുള്ളതൊക്കെ അവരെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ പ്രോസസ്സിങ്ങിലൂടെ ഈ ഒരു ഷെയർ വർക്ക് അവിടെ അവർക്ക് കാണിച്ചു കൊടുക്കുക. ഇതിലൂടെയും അവർ ആ കമ്പൽഷൻ എന്താണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും, OCD സിംറ്റംസ്. കാരണം അവരെ സ്ട്രെങ്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് സ്വയം കരുണയുള്ള ആളാണ്, എനിക്ക് എല്ലാ കാര്യവും മനസ്സിലാവുന്നുണ്ട് എന്നുള്ള ആ ധാരണയ്ക്ക് ഇതിലൂടെ എത്തിക്കാൻ പറ്റും. ഇനി അടുത്ത ഒന്നാണ് മോഡ് ഫോക്കസ് എക്സ്പോഷർ. ഇത് നമ്മൾ സാധാരണ കൊടുക്കുന്നത് പോലെ തന്നെ എക്സ്പോഷർ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ERP ഉപയോഗിക്കുക എന്നുള്ളതാണ്. ERP ഉപയോഗിച്ചിട്ട് പിന്നെ അയാൾക്ക് എവിടെയാണ് ഫിയർഫുൾ സിറ്റുവേഷൻ ഉള്ളത്, ഏത് ഭാഗത്താണ്, ഏത് ഏരിയയൊക്കെയാണുള്ളത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു OCD ഉള്ളത്, അതിലേക്ക് ചെറിയ രൂപത്തിൽ നമ്മൾ എക്സ്പോഷർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കൈ കഴുകുക എന്നുള്ളത് കണ്ടാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാൾക്കാണെങ്കിൽ നമ്മൾ എക്സ്പോഷർ എങ്ങനെ കൊടുക്കുക, ആദ്യം എന്ത് ചെയ്യും, അയാളെ കയ്യിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടേബിളിൽ ജസ്റ്റ് ഒന്ന് തൊടാൻ പറയും. ആ തൊട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റ് ഒക്കെ കൈ കഴുകാതിരിക്കാൻ പറയും. എന്നിട്ട് പോയി കൈ കഴുകാൻ പറയും. കൈ കഴിച്ചിട്ട് എന്തെങ്കിലും സംഭവിച്ചോ, പിന്നെ അതിൽ കൂടി കയ്യിൽ എന്തെങ്കിലും പൊടികൾ പുരട്ടി കൊടുക്കുക. ഇതൊക്കെ നമുക്ക് എക്സ്പോഷർ ഈ രീതിയിലൊക്കെ ചെയ്തു കൊടുക്കാം. എന്താണെന്നുള്ളത് നമുക്ക് കണ്ടെത്തുക, അതിനനുസരിച്ച് അതിന്റെ ഭാഗമായി. അപ്പൊ ആ രീതിയിലാണ് ഫോക്കസ് ചെയ്യുക. പക്ഷെ ഇതിന് ചെയ്യുന്ന സമയത്ത് അവർക്ക് കുട്ടിക്കാലത്ത് അനുഭവിച്ച ഏതെങ്കിലും തരത്തിലുള്ള ആങ്സൈറ്റിയോ കുട്ടിക്കാലത്ത് അവർ അനുഭവിച്ചിട്ടുള്ള ആ ഒരു പിന്നെ അഡൽട്ട് മോഡിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഈ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഓർമ്മയിലേക്ക് നമ്മൾ ആ 2 ടെക്നിക്കുകൾ ഇതിലേക്ക് ഉപയോഗിക്കുക, എക്സ്പോഷർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതിലൂടെ ആയിരിക്കണം അവര് സ്വയമായി റെക്കഗ്നൈസ് ചെയ്യണം, എന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ തന്നെയാണ് എന്നുള്ളത്, അല്ലാതെ ഞാൻ ചിന്തിക്കുന്ന ഒന്നും ശരിയല്ല എന്നുള്ള ധാരണയിലേക്കും. ഇനിയിപ്പോ ബിഹേവിയർ പാറ്റേണിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ റീഅഷുറൻസ് സീക്കിംഗ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എപ്പോഴും മറ്റുള്ള ആളുകളോ എനിക്ക് അങ്ങനെയുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്, പിന്നെ അതേപോലെ എല്ലാം പെർഫെക്ഷൻ ആവണം, പിന്നെ ഒരു കാര്യം ഞാൻ ഡിലേ ചെയ്യാൻ പാടില്ല, എല്ലാ കാര്യത്തിനും ഓക്കെ ആയി, അങ്ങനെ പലതരത്തിലുള്ള ചിന്തകളൊക്കെ എന്താണ് നമ്മൾ ഈ ഒരു ഇതിലൂടെ കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പൊ അതെന്ത് കുറയ്ക്കുകയാണെങ്കിൽ അവിടെയും കമ്പൽസീവ് റൂൾസ് നമ്മൾ അവർക്ക് ലിമിറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ള. ഒരു തവണ കൈ കഴുകാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിരന്തരമായി കൈ കഴുകുക. അപ്പോൾ ഒരു തവണ നിങ്ങൾ കഴുകിക്കോളൂ, 2ാമത് തവണ കഴുകാൻ പാടില്ല. അതേപോലെ ഗ്യാസ് നിങ്ങൾ ഒരു തവണ ഓഫാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഓഫാക്കി തിരിച്ചു പോരുക, പിന്നെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ പാടില്ല. സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകൾ വേണം, അവര് പോകുന്ന സമയത്ത് അവരെ പിടിച്ചു വെക്കണം, ഒരിക്കലും പോകാൻ പാടില്ല. ഈ ഒരു വട്ടം ചെക്ക് ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത്, വീട്ടുകാരുടെ സപ്പോർട്ടോട് കൂടി തന്നെയായിരിക്കും ഇതിലൂടെ അവരെ ബിഹേവിയർ പാറ്റേൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത്. കമ്പൽസീവ് ആയിട്ടുള്ള ആ റൂൾസിനെ നമ്മൾ പിന്നെ ബ്രേക്ക് ചെയ്തിട്ട് നല്ല രീതിയിലൊക്കെ ആക്കി കൊടുക്കുക. പിന്നെ ഫൈനലി ഒരു തെറാപ്പിസ്റ്റ് ക്ലയന്റ് റിലേഷൻഷിപ്പ് ആണ്. നല്ലൊരു റിലേഷൻഷിപ്പ് ഇവിടെ വേണം. കാരണം ഈ ഒരു കുട്ടിക്കാലത്ത് നടക്കുന്ന സംഭവങ്ങളും
അല്ലെങ്കിൽ ഇപ്പൊ പ്രസന്റ്ലി അവർ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് നമ്മളോട് പറയണമെങ്കിൽ നമ്മൊരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. കാരണം അവിടെ ഒരു ചെറിയൊരു ഈ പാരന്റിങ് വേണമെങ്കിൽ നമുക്ക് നടത്താം. അപ്പൊ അയാൾക്ക് ഇപ്പൊ നിലവിൽ ഇപ്പൊ അച്ഛനും അമ്മയും ഒന്നും കൂടെ ഇല്ല, അയാൾക്ക് അവർക്ക് മരിച്ചു പോയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അയാൾക്ക് ഒരു അവരെ സ്ഥാനത്ത് നിങ്ങൾ എന്നെ ഒരു അച്ഛനായിട്ടോ അമ്മയായിട്ട് കണ്ടോളൂ, നിങ്ങൾക്ക് അന്ന് അനുഭവിച്ചുള്ള ബുദ്ധിമുട്ടുകളൊക്കെ എന്നെ ദേഷ്യത്തോടെയോ എങ്ങനെ വേണമെങ്കിലും എന്നോട് പറയും. പക്ഷെ അതൊരു ലിമിറ്റഡ് ആയിരിക്കണം എന്ന്. കാരണം നമ്മൾ അവിടെ ഹെൽത്തി മോഡിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇയാളെ അച്ഛനെ പോലെ കണ്ടു എന്നെ, അല്ലെ എന്റെ അമ്മയെ പോലെ കണ്ടു എന്ന് വിചാരിച്ചിട്ട് പിന്നീട് അയാൾക്ക് ഈ സാധനം അങ്ങോട്ട് ഹെൽത്തി മോഡിലേക്ക് മാറി വേറൊരു ഈ അമിഗ്ഡാല എന്ന് പറയുന്നത് വേറൊരു സാധനം കൂടി അവിടെ ഉണ്ടാക്കും. കാരണം ഈ ഒരു ആങ്സൈറ്റി കൊടുത്ത് നേരെ എന്ത് ചെയ്യും, നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഡോപ്പമൈനിലേക്ക് അങ്ങോട്ട് പാസ് ചെയ്യും. ഈ പാസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അഡിക്ഷൻ വരും. എനിക്കൊരു പാരന്റിനെ കിട്ടിയിട്ടുണ്ട്, എനിക്ക് അയാൾ തന്നെ മതി എന്നുള്ള ആ ധാരണ, ആ വിശ്വാസത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ട് താൽക്കാലികം എന്നെ ഒരു അച്ഛനായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കണ്ടോളൂ എന്നുള്ള രീതിയിൽ അവർക്ക് അത്. അപ്പൊ അതിലൂടെ എന്താണ്, നമുക്ക് നല്ലൊരു തെറാപ്പിസ്റ്റും ഒരു ക്ലയന്റും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ട്രീറ്റ്മെന്റ്സ് ഗോൾസുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ്. ആ പുണിറ്റി ഡിമാൻഡിങ് പാരന്റ് ഏതാണെന്ന് മനസ്സിലാക്കുക, ഹെൽത്തി അഡൽട്ട് മോഡിലേക്ക് ആ ടെക്നിക്കുകൾ ഉപയോഗിച്ച് മാറ്റുക, പിന്നെ കമ്പൽഷൻ റെഡ്യൂസ് ചെയ്യുക, പിന്നെ അതേപോലെ അവരെ ഇമോഷണൽ ടോളറൻസ് ഫ്ലെക്സിബിൾ ആയി കൊടുക്കുക, പിന്നെ അവർക്ക് ഇപ്പൊ നിലവിലുള്ള ആ ഒരു സ്കീമുകളൊക്കെ നമ്മൾ ഹീൽ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുപോകുക. കാരണം ഒരു സിംറ്റംസ് ആയിട്ടില്ല, ജസ്റ്റ് ഒരു സിംറ്റംസ് മാത്രം പുറത്തേക്ക്, അവരെ പൂർണ്ണമായിട്ടും ആ ഓർമ്മകൾ അവരോട് പറയും, നിങ്ങൾക്ക് ഓർമ്മകളൊക്കെ നല്ലതാണ്, ഓർമ്മകൾ നമ്മൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല, പക്ഷെ ആ ഓർമ്മകളിൽ നമ്മൾ ജീവിക്കാൻ പാടില്ല. നമുക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ ആ ഓർമ്മകൾ കൊണ്ടുപോകാൻ പാടില്ല. നല്ല ഓർമ്മകൾ സൂക്ഷിക്കുക, മോശപ്പെട്ട ഓർമ്മകൾ അത് അന്ന് സംഭവിച്ചിട്ടുള്ള കാര്യമാണ്, ഇപ്പൊ ഇന്നൊന്നും ഞാനൊരു സേഫ് സോണിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള ധാരണയിൽ കൂടെ അവരെ കൊണ്ടുപോവുക. ഓക്കെ, ഇതാണ് OCD. നമുക്ക് ജസ്റ്റ് ഇത് വലിയൊരു ടോപ്പിക് ആണ്, ഞാനൊരു കുറഞ്ഞൊരു ടൈം കൊണ്ട് ഇവിടെ ഒതുക്കി തീർത്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? Yes, sir. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്, എനി ഡൗട്ട്? സർ, അമിഗ്ഡാല എന്താണെന്നുള്ളത് ജസ്റ്റ് ചുരുക്കി പറഞ്ഞു, ഞാൻ ക്ലാസ്സിൽ ഏകദേശം ലേറ്റ് ആയി പോയി. അമിഗ്ഡാല ചെറിയ എന്ന് പറയുന്ന ഓക്കെ പറയാം. ഈ അമിഗ്ഡാല എന്ന് പറയുന്ന നമുക്കൊരു സാധാരണ നമ്മുടെ ഒരു നെറ്റിലെ രണ്ട് ബ്രെയിൻ ഇല്ലേ, നമ്മുടെ ഒരു ബ്രെയിനിന്റെ പിക്ചർ ഒന്ന് ഇമാജിൻ ചെയ്യുക. അപ്പൊ ഈ രണ്ട് ബ്രെയിനിന്റെ ഭാഗത്തും നമുക്ക് ഇങ്ങനെ രണ്ട് ഭാഗത്ത് കാണും. അപ്പൊ ഒരു ബ്രെയിനിന്റെ ഭാഗത്തിന്റെ മുകളിൽ ചെറിയൊരു നേർവ പോലെ ഒരു പാട കാണും. അപ്പൊ നമ്മുടെ ബ്രെയിനിന്റെ ഒരു പിക്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ കുട്ടികളെ ഒരു ബ്രെയിൻ എടുത്ത് നോക്കുന്ന സമയത്ത് അതിന്റെ മുകളിൽ നീല നിറത്തിൽ ഒരു പാട കാണും. അതാണ് നമ്മുടെ ഈ ഒരു അമിഗ്ഡാലയുടെ രാസപ്രവർത്തനത്തിന്റെ പ്രവർത്തനം എന്നാണ്. അപ്പൊ ഇത് കുട്ടികൾക്ക് കിട്ടുന്ന, നമ്മുടെ പാരന്റ് സ്റ്റൈലൊക്കെ മോശമാണ് സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു നീല പാട പോലുള്ള സാധനം അതിന്റെ രാസപ്പം നേർവായിട്ട് പതിയെ പതിയെ അത് കുറഞ്ഞു വരും. അപ്പൊ അത് കുറയുന്നത് കാരണം എന്താണ്, ഈ അമിഗ്ഡാലയിലേക്ക് പ്രവർത്തനത്തിന് ആങ്സൈറ്റി ലെവൽ കൂടും. അപ്പോൾ ഈ ആങ്സൈറ്റി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബ്രെയിനിലുള്ള ഒരു മെയിൻ പാർട്ടാണ്. മെയിൻ പാർട്ട് എന്ന് പറയുമ്പോൾ ഒരു ആങ്സൈറ്റിക്ക് അയാൾക്കൊരു തോട്ട് വരുന്ന സമയത്ത് ആ അമിഗ്ഡാല എന്ത് ചെയ്യും, ആ തോട്ടിനെ മറ്റുള്ള ഒരു ഹോർമോണിലേക്ക് ഒന്നും കൊടുക്കാതെ ഈ അവിടെ തന്നെ എനിക്ക് കുട്ടിക്കാലത്ത് ഇങ്ങനെ വിശ്വാസം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് OCD തോട്ട് ഇതാണ്, അവിടെ പിടിച്ചു നിർത്തിയിട്ട് ഒന്നിനും കൊടുക്കാം. പക്ഷെ അപ്പൊ നോർമൽ മൈൻഡിൽ ഞാൻ പറയാണ്, ഇപ്പൊ എനിക്കൊരു ചിന്ത വന്നു, എനിക്കിപ്പോ എന്നെ ഒരാളെ മുന്നിൽ രണ്ട് തല്ല് കൊടുക്കാൻ തോന്നി, അപ്പൊ അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല, തോന്നല് മാത്രം. പക്ഷെ ഞാനത് നേരെ എന്ത് ചെയ്യും, കോർട്ടിസോൾ കൊടുത്തു, ഡോപ്പമൈനിലേക്ക് കൊടുത്തു, അതേപോലെ പിന്നെ സെറാട്ടോണിലൊക്കെ പാസ് ചെയ്തു. അപ്പൊ ഞാനത് നോർമൽ ആയിട്ട് വിട്ട് കളഞ്ഞു. പക്ഷെ ഇവിടെ അമിഗ്ഡാല എന്ന് പറയുന്നത് എന്താണ്, വന്ന തോട്ടിനെ, ഈ പറഞ്ഞ എനിക്ക് വന്ന തോട്ടിനെ ഞാൻ അത് ആർക്കും കൊടുക്കാതെ പാസ് ചെയ്യാതെ അവിടെ പിടിച്ചു നിൽക്കും. ഈ പിടിച്ചു നിൽക്കുന്ന സമയത്ത് ആയിട്ട് ആങ്സൈറ്റി കാരണം ശരീരത്തിലുള്ള ആദ്യത്തെ ഒരു വിറയലായിട്ടും ഹാർട്ട് ബീറ്റ് കൂടും, പിന്നെ ബ്രീത്തിങ്ങിന്റെ പ്രശ്നങ്ങളൊക്കെ ആണ്. അപ്പൊ ഈ അമിഗ്ഡാലന്റെ സിംറ്റംസ് ആദ്യം നമുക്ക് എവിടെയാ ബാധിക്കുക, ഫിസിയോളജിക്കലി ആയിട്ടാ ബാധിക്കുക. ഈ ഫിസിയോളജിക്കലി ബാധിക്കുന്ന സമയത്ത് വീണ്ടും അമിഗ്ഡാല കുറച്ചുകൂടി അങ്ങോട്ട് ക്യൂരിയോസിറ്റി ആൻഡ് സസ്പെക്റ്റഡ് എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങടെ കയറും. അപ്പൊ അയാൾക്ക് വീണ്ടും തോന്നുകയാണ് അത് ശരിക്കും സംഭവിക്കുകയാണ്, അതുകൊണ്ടാണ് എന്റെ ബോഡിയിൽ ഈ സിംറ്റംസ് വന്നിട്ടുള്ളത്. ഇതാണ് യഥാർത്ഥത്തിൽ അമിഗ്ഡാലയ്ക്ക് വന്നത്. അതേസമയം അമിഗ്ഡാല മറ്റുള്ള ഹോർമോണിലേക്ക് എല്ലാ കാര്യം പാസ് ചെയ്യാണ്, ചിന്തകൾ നമ്മൾ ഒബ്സർവ് ചെയ്യാണ്, ഇതൊക്കെ നോർമലായിട്ട് ചിന്തയാണ്, എനിക്കൊരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ഇതൊന്നും നടക്കില്ല. ഇതാണ് അമിഗ്ഡാല.
താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ. സാർ ഇതിന്റെ റെക്കോർഡിംഗ് ഷെയർ ചെയ്യില്ലേ? ആ റെക്കോർഡ് ഉണ്ടാവും, നമ്മളെ ഗ്രൂപ്പിൽ വരും. ഇന്ന് രാത്രിയോ അല്ലെങ്കിൽ നാളെ രാവിലെ വരും. ഓക്കെ, താങ്ക്സ്. ഓക്കെ ഓക്കെ. ഇതെന്റെ PPT ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് സ്കീമ എന്ന് പറയുന്നത് CBTയുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു തെറാപ്പി തന്നെയാണ്. അതിലെ ടെക്നിക്ക് തന്നെയാണ് പലതിലും നമ്മൾ സ്കീമയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. CPTയിൽ ഇത് തന്നെയാണല്ലോ, സ്കീമയിലും ഇത് തന്നെയാണല്ലോ, പിന്നെ എന്താ മാറ്റങ്ങളുള്ളത്? അപ്പോൾ രണ്ടും, കാരണം അത് CBTക്ക് ഒരു കാലത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അന്ന് 1950s തുടങ്ങുന്ന സമയത്ത് കുറച്ച് കാലത്തിന് ശേഷം പ്രസന്റ് പ്രോബ്ലം മാത്രം നോക്കിയാൽ പോരാ. ഇതിനിപ്പോ പ്രസന്റ് പ്രോബ്ലത്തേക്ക് വരാൻ നമുക്ക് മുന്നിൽ അരവരെ മുമ്പ് അനുഭവിച്ചിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തണമെങ്കിൽ പുതിയൊരു തെറാപ്പി കൂടി ആവശ്യമാണ്. അത് ഏത് രീതിയിൽ? അങ്ങനെയാണ് ജെഫ്രി യങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള്, ഒരു സൈക്കോളജിസ്റ്റ്, ഈ ഒരു തെറാപ്പി കൊണ്ടുവന്നത്. അവർ CBT ആരോൺ ബെക്കും രണ്ടുപേരും കൂടി കമ്പൈൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഏത് തെറാപ്പി നമ്മൾ കൊടുക്കുകയാണെങ്കിലും അത് സ്കീമ അതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് സ്കീമ എന്ന് പറയുന്നത് അവർക്ക് മുമ്പ് ഇയർലി എക്സ്പീരിയൻസിൽ ഡീപ്പായിട്ട് കെടുത്തിട്ടുള്ള, അവർക്ക് ഒരിക്കലും മാറ്റാൻ പറ്റാത്ത ചില വിശ്വാസങ്ങളാണ്. ആ വിശ്വാസങ്ങളെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ആ വിശ്വാസങ്ങൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങളും മാറും. മെന്റൽ ഇൽനെസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. കാരണം ഒരു ബിഹേവിയർ, ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ജന്മന കിട്ടുന്ന ഒന്നല്ല, നമ്മൾ പഠിച്ചെടുക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഒരു കുട്ടി നമ്മളെ കണ്ടു പഠിക്കുകയാണ്, അല്ലെങ്കിൽ ജനിക്കുന്ന സമയത്ത് ഒരു കുട്ടിക്ക് അങ്ങനെ സ്വഭാവമില്ലല്ലോ. പാരന്റ് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് അതേപോലെ അനുസരിച്ച് വളരുന്ന കുട്ടിയാണ്. പിന്നെ അതിന്റെ കുറച്ച് കഴിഞ്ഞാൽ ഒരു എൻവിറോൺമെന്റുകളിലേക്കും. അപ്പൊ അത് കിട്ടുന്നതൊക്കെ ചുറ്റുപാടുകളിൽ നിന്നാണ് ഓരോന്നും കിട്ടുന്നത്, കുടുംബത്തിൽ നിന്നൊക്കെ. അപ്പൊ അതൊക്കെ പഠിച്ചു വരുന്നതാണ്. അപ്പൊ നമുക്കത് മാറ്റാം. ഞാൻ ഇങ്ങനെ പറ്റൂ, എനിക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഞാൻ ഇങ്ങനെയൊക്കെ പെട്ടുപോയി, അതിൽ ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ളതൊക്കെ അത് അവരുടെ വിശ്വാസങ്ങളാണ്, ബിഹേവിയർ മാത്രമാണ്. അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളത് അത് ഒരു സൈക്കോ എഡ്യൂക്കേഷൻ ആയിട്ട് ക്ലയന്റിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഓക്കെ ജംഷീന, ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും. നമ്മുടെ നോമ്പൊക്കെ മാർച്ചൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും. എന്തെങ്കിലും ചോദിക്കാനുണ്ടെ ചോദിക്കാം. എല്ലാവർക്കും ഓക്കെ ആയോ? സ്കീമ എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇന്ററാക്ട് ചെയ്തോളി. ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് ഇരിക്കാം. സാംസങ് പറയൂ ജസീന, പറയൂ. അതെ അതെ, സെഷൻ വളരെ ബ്രീഫായി നല്ല എഫക്റ്റീവായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും നന്നായിട്ട് തന്നെ സർ നമുക്ക് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. ഓക്കെ, യെസ്. അപ്പോ സാറിന്റെ പേരെന്താണ്? സാംസങ് മൊബൈലിന്റെ പേരാണ്. ഒരു വീഡിയോ ഓൺ ആയിരിക്കുന്ന ആള്. മൈക്ക് ഓൺ ആക്കിക്കോളൂ, മൈക്ക് ഓഫ് ആണ്. എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്? മൈക്ക് ഓൺ ആക്കിക്കോളി, മൈക്ക്. മൈക്ക് ഓൺ ആക്കാൻ പറ്റുന്നില്ലേ? പുള്ളിക്കാരൻ എന്തായാലും മൈക്കിന്റെ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഓൺ ആക്കാൻ പറ്റുന്നില്ല. ഹലോ. സാർ പറയൂ. റെഡി ആയോ? നന്നായിരുന്നു, ക്ലിയർ ആയിരുന്നു. വെരി നൈസ്. ഓക്കെ. ഒരു നല്ല ക്ലാസ് ആയിരുന്നു. എന്റെ മോൾക്ക് ഇതേപോലെ ഒരു OCD ഉണ്ട്. അതെങ്ങനെ ട്രീറ്റ് ചെയ്യാൻ കഴിയും? അവൾക്ക് നല്ല കൈയ്യഴുക, നല്ല പഠിക്കുന്ന മോളാണ്. പക്ഷെ 10ാം ക്ലാസ്സിൽ അവള് വിചാരിച്ച മാറ്റി പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഒരു ഇതിപ്പോഴും അവൾക്ക് ഫീലിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ വിചാരിച്ച പോലെ അവൾക്ക് പഠിപ്പിക്കാണ്ട് എത്താൻ കഴിയില്ല. ഭയങ്കര ഉറക്കം, രാത്രി തൊട്ട് പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലൊക്കെ ഇരുന്ന് ഉറങ്ങാണ്. വിചാരിച്ച പോലെ അവൾ പഠിക്കാണ്ട് എത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം.
ഞാൻ അങ്ങനെ ആ വിചാരിച്ച് ഇങ്ങനെ സൈക്കോളജി പഠിക്കാൻ തുടങ്ങിയത് തന്നെ അവരെ ഓരോ കാര്യങ്ങൾ അപ്പൊ കാരണം. അപ്പൊ അവിടെ എന്തെങ്കിലും പാരന്റിങ് സ്റ്റൈൽ എന്തെങ്കിലും മോശമായിട്ടുണ്ടോ? അതിലേക്ക് കുറച്ച് കൊണ്ടുവരികയാണെങ്കിൽ പഠിക്കണം എന്നുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു. ഉം, ഫാദർ ആണെങ്കിലും കുറച്ച് അവര് കുറച്ച് കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. ആ ഒരു ഇത് ഇവളോടും പഠിക്കണം എന്നുള്ളത് എപ്പോഴും ഇവളോടും നല്ല എല്ലാ ഉം, മക്കളോടും പറയുന്നുണ്ട്. പക്ഷെ അവളാണ് മൂത്ത ഉം. മോള്. അത് ആ കുറച്ചവളെ അറിയില്ല. അതെ ആ റൊട്ടൈൻ നമുക്കൊന്ന് മാറ്റി കൊടുത്താൽ മതി. പഠിക്കാനുള്ള ഉറക്കിന്റെ റൊട്ടൈന്, ചിലപ്പോ ഭക്ഷണത്തിന്റെ റൊട്ടൈൻ. ആ പഠിക്കാൻ പറ്റുന്ന മാതിരി പഠിച്ചാൽ മതി. ഇപ്പൊ ഈ ഒരു പ്രശ്നം കാരണം ഭയങ്കര ഡിപ്രസ്ഡ് ആണ് ഇപ്പൊ ആള്. കുറച്ചിങ്ങനെ ആ ശരിയായി വരുന്നു. അതെ, ഒന്ന് റിലീസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ താങ്ക് യു. ഓക്കെ, താങ്ക് യു. എനിവേ ഏതായാലും താങ്ക് യു. നമുക്ക് അടുത്ത ആഴ്ച ഒരു പുതിയ ടോപ്പിക്കായിട്ട് കാണാം. വളരെ സന്തോഷം എല്ലാവരും ഇവിടെ വന്നതിനും പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞതിനൊക്കെ. താങ്ക് യു. ഗുഡ് നൈറ്റ്.